وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ ഒരു സാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുക. പരിശുദ്ധമായ റമളാൻ 17 ദിനം നമ്മിൽ നിന്ന് പിന്നിട്ട് കഴിഞ്ഞു. 18ാമത്തെ നോമ്പിലാണ് നാം നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ അല്ലാഹുവിൻ്റെ റഹ്മത്തിന് പാത്രമാകുന്ന നിലയിൽ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നാം പ്രവർത്തിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ കരുണ ലഭിക്കുന്ന ആ രൂപത്തിൽ ആ പാകത്തിലായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ. അവൻ്റെ കരുണ കൊണ്ട് മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമാവുകയുള്ളൂ. അല്ലാഹുവിൻ്റെ കരുണയില്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല. നാം എത്ര ഇബാദത്ത് ചെയ്താലും എത്ര നിസ്കരിച്ചാലും നോമ്പ് നോറ്റാലും എന്ത് തന്നെ ചെയ്താലും നമുക്ക് രക്ഷ വേണമെങ്കിൽ അല്ലാഹുവിൻ്റെ കരുണ നമുക്ക് ലഭിക്കണം. ഇത് അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സഹാബാക്കളോട് പറഞ്ഞ വിഷയമാണ്. സഹാബാക്കളെ, നിങ്ങൾ ആവുന്നത്ര അമൽ ചെയ്യുക, കഴിയുന്നത്ര അമൽ ചെയ്യണം, കഴിയുന്നത്ര നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. പക്ഷേ ആ ഇബാദത്ത് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന ധാരണ വേണ്ട. അമൽ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന ആ വിചാരണ നിങ്ങൾക്ക് വേണ്ടെന്ന് ഷഫീഉൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ അറിയിച്ചു. ഈ വിവരം ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ സ്വഹാബക്കളിൽ നിന്ന് ചോദ്യമുയർന്നു, അല്ലാഹുവിൻ്റെ റസൂലേ, വലാ അന്ത യാ റസൂലല്ലാഹ്, തങ്ങളും അമൽ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എനിക്കും എൻ്റെ അമൽ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. പിന്നെന്ത് വേണം? അല്ലാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് എന്നെ കനിഞ്ഞാലല്ലാതെ, അവൻ്റെ റഹ്മത്ത് കൊണ്ട് എന്നെ ആവരണം ചെയ്താലല്ലാതെ എനിക്കും എൻ്റെ അമൽ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ലെന്ന് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പം അല്ലാഹുവിൻ്റെ ആ കരുണയാണ് നമുക്ക് ആവശ്യം. ആ കരുണ ലഭിക്കാൻ നാം കാരുണ്യത്തോടുകൂടെ ജീവിക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين
وعلى آله وصحبه أجمعين فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله وشر الأمور محدثاتها وكل محدثة بدعة بسم الله عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا سيدي سندي غوثي ويا مددي كن لي ظهيرا على الأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محي الدين يا سيدي سندي غوثي ويا مددي كن لي ظهيرا على الأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محي الدين يا سيدي سندي غوثي ويا مددي كن لي ظهيرا على الأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محي الدين وصلى الله على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഈ പരിപാടിക്ക് എല്ലാവിധ പിന്തുണയും ശക്തിയുമെല്ലാം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നൽകിയിട്ടുള്ള ബഹുമാനപ്പെട്ട മൈനാജി സാഹിബ്, ഈ പരിപാടിക്ക് എല്ലാവിധ സഹായവും ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട കഴിഞ്ഞ കാലങ്ങളിൽ ഈ പരിപാടിക്ക് വന്നു ചേർന്നും പിന്തുണ പ്രഖ്യാപിച്ചു വേണ്ടതെല്ലാം സമർപ്പിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് വീരാൻകുട്ടി സാഹിബ്, ഈ പരിപാടിയുടെ ഒരു പ്രവർത്തകനെ പോലെ ഇതിൻ്റെ മുന്നിലും കൂടെയും നിലകൊണ്ട ബഹുമാനപ്പെട്ട ഉമർ സാഹിബ് പാണ്ഡികശാല, ബഹുമാനപ്പെട്ട KV, ബഹുമാനപ്പെട്ട ഖാദർ മാഷ്, ബഹുമാനപ്പെട്ട മൗലവി സാഹിബ്, ബഹുമാനികളായ നേതാക്കളെ, പ്രവർത്തകന്മാരെ, മഹാന്മാരായ പണ്ഡിതന്മാരെ, ബഹുമാനപ്പെട്ട ഈ വിളിയാളം കേട്ട് ഈ കുന്നിൻ മുകളിലേക്ക്, ഈ ഖുർആനിൻ്റെ താഴ്വരയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട സദസ്യരെ, പ്രവർത്തകന്മാരെ, സഹപ്രവർത്തകന്മാരെ, സഹോദര സഹോദരിമാരെ, അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. അള്ളാഹിൻ്റെ കരുണ അള്ളാഹു നമുക്ക് തരട്ടെ. അതാണല്ലോ ഏറ്റവും വലിയ കാര്യമായിട്ട് ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ സൂചിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ കരുണയേക്കാൾ വലിയ ഒരു കാര്യവും ഇല്ല എന്നാണ്. അതൊരു മർമ്മപ്പെട്ട ഉപദേശമാണ്. ആരും അള്ളാഹുവിൻ്റെ മുന്നിൽ അഹങ്കരിക്കണ്ട. ഇസ്ലാമിന് ഒരു മുതലാളിയുമില്ല. ഇസ്ലാമിൻ്റെ മുതലാളി അള്ളാഹു മാത്രമാണ്. നമ്മളുടെയൊക്കെ പ്രവർത്തനം കൊണ്ടും രീതി കൊണ്ടും നമ്മളിപ്പോൾ ഇസ്ലാമിൻ്റെ മുതലാളിമാരെ പോലെയാണ് ജീവിക്കുന്നത്. ഒക്കെ ഇസ്ലാമിൽ എന്ത് വേണം, എന്താകരുത്, എന്ത് നടക്കണം, എന്ത് നടക്കരുത് എന്നൊക്കെ ഇപ്പോഴുള്ള നമ്മൾ മുതലാളിമാരാണ്, ഇസ്ലാമിൻ്റെ ആധുനിക മുതലാളിമാരാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഈ നിഅമത്ത് വലിയ പാറക്കെട്ട്, തങ്ങൾ പറഞ്ഞതിനേക്കാൾ വലിയ പാറക്കെട്ടാണ് ഇപ്പം നമ്മുടെ മനസ്സിലുള്ളത്. ആ പാറക്കെട്ട് പൊട്ടിച്ച് കളഞ്ഞാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഖുർആനെ സംബന്ധിച്ചിടത്തോളം ശത്രു ഇല്ല. ഖുർആൻ്റെ ശത്രു മലീമസമായ മനസ്സാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഖുർആന് ഒരു ശത്രുവില്ല. ഖുർആൻ്റെ ശത്രു മലീമസമായ മനസ്സാണ്. അത്രയേ ഉള്ളൂ. അത് ആ മനസ്സിനോട് സംവദിക്കുകയാണ്. പിന്നെയും എത്ര തവണയാണ് അബൂജഹലിനോട് ഇത് പറഞ്ഞതെന്ന് കയ്യും കണക്കില്ല. എന്തിനാണ് അയാളോട് ഇങ്ങനെ പറഞ്ഞതെന്ന് പിന്നീട് ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ ഓർത്തു പോകും. എന്തുകൊണ്ട്? ശത്രു ഇല്ലാത്തത് കൊണ്ടാണത്. അബൂജഹൽ എന്ന ആ ഒരു ശരീരത്തെയല്ല, അവൻ്റെ മലീമസമായ മനസ്സിനെ നന്നാക്കിയെടുക്കാനാണ് പുണ്യ റസൂൽ ആഗ്രഹിച്ചത്.
എത്ര തവണയാണ് അയാളുടെ വീട്ടിൽ പോയി വാതിലിൽ തട്ടിയത്? സ്വകാര്യമായിട്ടെങ്കിലും നീ ഒന്ന് നന്മ മനസ്സിലാക്കുക. പൊതുസമൂഹത്തിൽ നീ ഒരു ദുർവൃത്തർക്ക് നടുവിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പരസ്യമായി ഇത് അംഗീകരിക്കാനുള്ള നിന്റെ പ്രയാസം എനിക്കറിയും. എന്നാൽ നീ രഹസ്യമായെങ്കിലും ഈ നന്മയൊന്ന് ഉൾക്കൊള്ളു എന്ന് പറഞ്ഞിട്ട് ഈ അബൂജഹലിന്റെ വീട്ടിൽ എത്ര തവണയാണ് ആ ലോകം കണ്ട വലിയ മനുഷ്യൻ പോയത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ മനുഷ്യനൊരു ശത്രു ഉണ്ടോ? നിങ്ങൾ ചിന്തിക്കുക. ആ മനുഷ്യൻ ഒരാളെയും ശത്രുവായി കാണുന്നത് എങ്ങനെ? ഒമാ അർസൽനാക ഇല്ലാ, ലോകത്തിനൊക്കെ കരുണയായി വന്ന മനുഷ്യൻ ഒരു വിഭാഗത്തെ എങ്ങനെ ശത്രുവാക്കും? അപ്പോൾ ആ മനുഷ്യൻ എന്താ ചെയ്തത്? മലീമസമായ മനസ്സ് നന്നാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് അവിടെയാണ് ഖുർആനിന്റെ പ്രവർത്തനം നടക്കുന്നത്. അങ്ങനെയാണ്. ഒരു നിലക്ക് ശ്രമിച്ചിട്ടും അവൻ നന്നായില്ല. അപ്പോൾ പിന്നെ ബദറിൽ അവന്റെ ഡെഡ് ബോഡി മറവ് ചെയ്തതിന്റെ അടുത്ത് ചെന്ന് നിൽക്കുകയാണ് പുണ്യ റസൂൽ. ഇങ്ങനെ നടന്നു. ഇന്നലെയാണ് ആ ദിവസം. ഇന്നലെയാണ് നടന്നിങ്ങനെ ചെന്ന് അവൻ്റെ അടുത്തെത്തി. അവനെയൊക്കെ ബദറിലെ ഒരു സ്ഥലത്ത് അവരെ ഒക്കെ മറവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെന്ന് നിന്ന് പുണ്യ റസൂൽ. എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, ഹൽ വജത്തും മാ വഅദ റബ്ബുക്കും ഹഖ, അന്ന് ഞാൻ പറഞ്ഞത് നേരായിരുന്നു, ഇപ്പോൾ നിനക്ക് ബോധ്യപ്പെട്ടില്ലേ? എത്ര തവണയാണ് ഞാൻ നിന്നോട് പറഞ്ഞത്? നീ ഒന്ന് നന്നാവാൻ എത്രയാണ് ഞാൻ ശ്രമിച്ചത്? നിനക്ക് ബോധ്യപ്പെട്ടില്ലേ? ഞാനൊരിക്കലും കളവ് പറയൂല. ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ പേരമോനല്ലേ, എൻ്റെ വല്യപ്പാനെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ? എത്ര തവണയാണ് ഞാൻ നിന്നോട് പറഞ്ഞത് ഒന്ന് നന്നാവുക? അപ്പോൾ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ശത്രു മലീമസമായ മനുഷ്യന്റെ മനസ്സാണ്. അത് നന്നാവണം. അത് ചിലപ്പോൾ പാരായണം ചെയ്യുന്നവൻ തന്നെയാണ്. ചിലപ്പോൾ അതിൻ്റെ ശത്രു പാരായണം ചെയ്യുന്നവൻ തന്നെയാണ് അതിൻ്റെ ശത്രു. ചിലപ്പോൾ കേൾക്കുന്നവനാണ്, ചിലപ്പോൾ പഠിക്കുന്നവനാണ്, ചിലപ്പോൾ പഠിപ്പിക്കുന്നവനാണ്. അതിൻ്റെ ശത്രു ആർക്കെല്ലാം മനസ്സിന്റെ മലീമസത വന്നിട്ടുണ്ടോ അത് അവരെല്ലാം ഖുർആനിന്റെ ഭൂമികയിലെ അസംസ്കൃത പദാർത്ഥങ്ങളാണ്. അത് സംസ്കരിക്കലാണ് ഖുർആനിന്റെ ധർമ്മം. അല്ലാതെ ഒരു കേവലമുള്ളൊരു വായ്ത്താരി അല്ല ഖുർആൻ. ചിന്തിക്കുക. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. നമ്മൾ ചിന്തിക്കണം. വെറുതെ പാരായണം ചെയ്തിട്ട് കൂലി കിട്ടൂല എന്നല്ല, അവിടെ ഒന്നുമല്ല അതിൻ്റെ മർമ്മം. ലം യഖിറു അലൈഹാ സുമ്മൻ വഉംയാന, ലം യഖിറു അലൈഹാ സുമ്മൻ വഉംയാന. ഖുർആന്റെ ആളുകൾ ആരാ? അവർ ഖുർആൻ പാരായണം ചെയ്തപ്പെട്ടാൽ അന്ധരും ബധിരരുമായി അതിൻ്റെ നേർക്ക് വീഴുകയില്ല. അവർ അന്ധരായി വീഴുകയില്ല. അവർ അതേക്കുറിച്ച് ഉൾക്കണ്ണുകൊണ്ട് ചിന്തിക്കും എന്നർത്ഥം. ലം യഖിറു അലൈഹാ സുമ്മൻ വഉംയാന. അന്ധരും ബധിരരുമായി ഖുർആന്റെ നേർക്ക് വീഴാത്തവരാണ് ഖുർആനിന്റെ ആളുകൾ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് ഈ ആയത്ത് കാണാം. ലം യഖിറു അലൈഹാ സുമ്മൻ വഉംയാന. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അതാ ഖുർആൻ അങ്ങനെയുള്ള ഒരു ജനതയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെ നമ്മൾ ആയിത്തീരേണ്ടതാണ്. നമുക്ക് പ്ലാറ്റ്ഫോം എന്തോ ആവാം, എന്തുമാവാം. കച്ചവടക്കാരനാവാമല്ലോ, അതൊരു ഫീൽഡാണ്. അതുകൊണ്ട് നരകമുണ്ടാവില്ല, സ്വർഗമുണ്ടാവും. കച്ചവടക്കാരനും ഉണ്ട് ഖുർആൻ. കച്ചവടക്കാരൻ അത് ഈ ലോകത്ത് മനുഷ്യൻ നിലനിൽക്കേണ്ട ഒരു ഫീൽഡാണ് കച്ചവടം. കൃഷി, കച്ചവടം, ഇതൊക്കെ വേണം. എല്ലാവരും പണ്ഡിതന്മാരാവേണ്ടതില്ല. അതൊന്നും പുണ്യ റസൂലും ആക്കിയിട്ടില്ല സ്വല്ലല്ലാഹു. പുണ്യ റസൂൽ ഇല്ല. അറിവുള്ളവരും അറിവില്ലാത്തവരും പുണ്യ റസൂലിന്റെ സമൂഹത്തിലുമുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങളിൽ അറിവില്ലാത്തവർ അറിവുള്ളവരോട് ചോദിച്ചു ചെയ്യൂ എന്ന് ഖുർആൻ പറഞ്ഞത് സ്വഹാബികളോടാണ്. നിങ്ങളിൽ അറിവില്ലാത്തവർ അറിവുള്ളവരോട് ചോദിച്ച് കർമ്മം ചെയ്യണം എന്ന് ഖുർആൻ പറഞ്ഞത് സ്വഹാബികളോടാണ്. അപ്പോൾ അവരിലുമുണ്ട് അറിവുള്ളവരും
അറിവില്ലാത്തവരും. പക്ഷേ സംസ്കൃത മനസ്സാണ് എല്ലാവർക്കും. അതാണ് ഖുർആന്റെ ഭൂമികയും. എല്ലാവരും പണ്ഡിതനാവാന്നല്ല, അതൊന്നുമല്ല. التاجر الصدوق الأمين مع النبيين والصديقين. ഖുർആനിന്റെ സംസ്കരണം ലഭിച്ച കച്ചവടക്കാരൻ മഅൻ നബിയീന യുബഅതു മഅൻ നബിയീന വസ്സുദ്ദീഖീന യൗമൽ ഖിയാമ. അന്ത്യനാളിൽ പ്രവാചകന്മാരുടെ കൂടെ നടക്കും എന്ന് പുണ്യ റസൂൽ. യാ സുബ്ഹാന. ഈ ഒരു വാക്കിന്റെ അർത്ഥം നിങ്ങൾ ചിന്തിക്കുക. പുണ്യ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ. ആ ഒരൊറ്റ പദം ചിന്തിക്കുക. അത്താജിർ അസ്സദൂഖ് അൽ അമീൻ. ഖുർആനിന്റെ ഭാഷയറിഞ്ഞ് മർമ്മമറിഞ്ഞ് അതിന്റെ ഹൃദയഭാഷ, ഞാൻ പറയുന്നത് പദങ്ങളുടെ അർത്ഥം എന്നല്ല, അതിന്റെ പദത്തിന്റെ അർത്ഥം അറിയാതിരിക്കാം. അതിന്റെ ഹൃദയഭാഷ, ഹൃദയത്തിൽ നിന്ന് അതിൽ നിന്ന് ലഭിക്കേണ്ടത്, ഹൃദയത്തിന് അതിൽ നിന്ന് ലഭിക്കേണ്ടത് അതറിഞ്ഞ് സംസ്കരിക്കപ്പെട്ട കച്ചവടക്കാരൻ. അത്താജിർ ഒരു കച്ചവടക്കാരൻ, അസ്സദൂഖ് ഏറ്റവും സത്യസന്ധൻ, അൽ അമീൻ ഏറ്റവും വിശ്വസ്തൻ. താജുർ സദൂഖുൽ അമീൻ. അസ്സദൂഖ് സത്യസന്ധൻ, അൽ അമീൻ സദൂഖ് വളരെ സത്യസന്ധൻ. ഖുർആനിൽ നിന്ന് സംസ്കാരണം ലഭിച്ചാൽ പിന്നെ അവൻ സത്യസന്ധനായ കച്ചവടക്കാരനായി മാറും എന്ന് പുണ്യ റസൂൽ. കച്ചവടം ചെയ്തോടെ, കച്ചവടം വേണമല്ലോ. അത്താജുർ സദൂഖുൽ അമീൻ അവൻ നബിമാരുടെ കൂടെയാണ് അന്ത്യനാളിൽ വരിക. ഔലിയാക്കളുടെ കൂടെയും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഖുർആനിന്റെ കച്ചവടക്കാരനാണ്, ഖുർആൻ പറഞ്ഞതുപോലെ ജീവിക്കുന്ന കച്ചവടക്കാരനാണ്. അപ്പൊ ഈ ഒരു സംസ്കരണമാണ് ഖുർആൻ ഉദ്ദേശിക്കുന്നത്. ഖുർആൻ ഉദ്ദേശിക്കുന്ന ഭരണാധികാരിയുണ്ട്, ഖുർആൻ സംസ്കരിച്ച ഭരണാധികാരി. അയാൾ കൈ പൊക്കിയാൽ മതി, ഉത്തരം ഉറപ്പാണെന്ന് പുണ്യ റസൂൽ. ഞാൻ ആ ഭാഗത്തേക്ക് നാളെ വരും ഇൻഷാ അല്ലാഹ്. കൈ പൊക്കിയാൽ മതി. ഈ 7 വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണൽ ലഭിക്കുമെന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഒന്നാമത്തെ ആളാരാ? മുസ്ലിമായിരുന്നോ? ഒന്നല്ലല്ലോ റസൂൽ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുമല്ലല്ലോ പറഞ്ഞത്. സബ്അത്തുൻ യുളില്ലുഹുമുല്ലാഹു യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. എവിടെയും തണലില്ലാത്ത ദിവസം അർശിന്റെ തണലിൽ സന്തോഷിച്ച് മഹ്ശറിൽ 50,000 കൊല്ലം അങ്ങനെ സുഖിച്ചും ആനന്ദിച്ചും രമിച്ചും രസിച്ചും കഴിഞ്ഞുകൂടുന്നവർ 7 ഭാഗമാണെന്ന് പുണ്യ റസൂൽ. ആദ്യമായി എണ്ണിയത് ഖുർആൻ ഓതി പറഞ്ഞു കൊടുക്കുന്ന ആളെന്നൊന്നുമല്ല, അങ്ങനൊന്നുമല്ല. ആദ്യമായി പറഞ്ഞത് ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരിയാണ്. ഖുർആൻ അനുസരിച്ച് സംസ്കരിക്കപ്പെട്ട ഭരണാധികാരിയാണ്. അയാൾക്കൊരു ഖുർആന്റെ വാഴ് പറയാനൊന്നും ജീവിതത്തിൽ അവസരം തന്നെ ഉണ്ടാവില്ല. ആൾ ഭരണാധികാരിയല്ലേ, ആൾക്കാർക്ക് പണി ഇത്രയുണ്ടാവും. അതൊക്കെ നോക്കൂ നിങ്ങൾ. ഇവിടെ പറഞ്ഞത് എന്താ? ഇമാമുൻ ആദിലുൻ. ഇമാമുൻ ആദിലുൻ, ഖുർആൻ അനുസരിച്ച് സംസ്കരിക്കപ്പെട്ട ഭരണാധികാരി. ആ ഭരണാധികാരിക്ക് അർശിന്റെ താഴെയുള്ള തണൽ കൊണ്ട് അള്ളാഹു തണൽ നൽകും അന്ത്യനാളിൽ എന്ന് പുണ്യ റസൂൽ. അയാൾ എന്തൊരു രസത്തിലായിരിക്കും. അയാൾക്ക് 50,000 കൊല്ലത്തെ മഹ്ശർ. ഈ ഭരണാധികാരിക്ക്, നമ്മൾ ഈ ഭരണാധികാരികളെ എപ്പോഴും ആക്ഷേപിക്കുമല്ലോ, ഭരണാധികാരികളെ കുറ്റം പറയുക എന്നത് നമ്മുടെ ഒരു പൊതു രീതിയാണല്ലോ. പക്ഷെ ഈ ഭരണാധികാരിയെ പറ്റി പുണ്യ റസൂൽ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അയാൾക്ക് മഹ്ശർ കഖദരി റകഅതൈനി മിനസ് സ്വലാത്തിൽ മക്തൂബ, ഒരു സുബ്ഹ് നിസ്കാരം പോലെ ഉണ്ടാവുള്ളൂ. ഫർളായ 2 റക്അത്ത്, ഫർളായ 2 റക്അത്ത് സുബ്ഹാണല്ലോ. ഒരു സുബ്ഹ് നിസ്കാരം നിൽക്കുന്ന നേരം കൊണ്ട് അയാളെ മഹ്ശർ തീർന്നു പുണ്യ റസൂൽ. 50,000 കൊല്ലത്തിന്റെ ആ മനോഹാരിതയിൽ ലയിച്ചിട്ട് അയാൾക്ക് 50,000 കൊല്ലം കഴിയുമ്പോൾ തോന്നുന്ന ആ ഖുളിയൽ അംറു ഇത്ര പെട്ടെന്ന് ഇത് കഴിഞ്ഞോ എന്ന് അയാൾ ചോദിക്കുമെന്ന് പുണ്യ റസൂൽ. 50,000 കൊല്ലത്തെ രസം അനുഭവിച്ചിട്ട് എവിടെ? സ്വർഗത്തിലാക്കിയിട്ടില്ല, സ്വർഗത്തിലാക്കിയിട്ടില്ല. ഇപ്പോൾ അയാൾ എവിടെയാ? മഹ്ശറിൽ. സ്വർഗം പിന്നെയാണ്. 50,000 കൊല്ലത്തെ അയാളുടെ സന്തോഷം
അങ്ങനെയാണ്. കാരണം എന്തുകൊണ്ട്? സ്വർഗീയ ആനന്ദം അയാൾക്ക് 50,000 കൊല്ലം ഇവിടെ ലഭിക്കും. മഹ്ശറിൽ തന്നെ അയാളെ പരിചരിക്കാനും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാവും. മഹ്ശറിൽ തന്നെ അയാൾക്ക് ഖാദിമീങ്ങൾ ഉണ്ടാവും. ഇഷ്ടം പോലെ എല്ലാം ഉണ്ടാവും. എല്ലാം അവരുടെ ആനന്ദം അങ്ങനെയാണ്. സ്വർഗവാസിയെ പറ്റി പുണ്യ റസൂൽ എന്താ പറഞ്ഞത്? 50,000 കൊല്ലം നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട. 50,000 കൊല്ലമൊക്കെ അങ്ങനെ തോന്നാതെന്താ? സ്വർഗവാസി ഒരിപ്പിരുന്നാൽ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുന്നത് 70 കൊല്ലമായിരിക്കുമെന്ന് പുണ്യ റസൂൽ. ഇങ്ങനെ നോക്കും, എണീക്കൂല. ഒരു സ്വർഗവാസി തന്റെ ഭാര്യയെ നോക്കുക ഒറ്റ ഇരുത്തത്തിൽ 70 കൊല്ലമായിരിക്കും എന്ന് പുണ്യ റസൂൽ. ഹത്താലായമല്ല, മടി വരെയില്ല, ഒരു മടിയും ഉണ്ടാവില്ല. ഇങ്ങനെ നോക്കും. ലായഫ്തൂർ, ഒരു തളർച്ചയും വരില്ല. നമ്മളെ ലോകല്ലത്. നിങ്ങളെന്താ വിചാരിച്ച്? എന്താ പറഞ്ഞിട്ടൊരാൾക്കും വിശ്വാസം വന്നില്ലല്ലേ പഠിച്ചോനെ? വിശ്വാസം വരുന്നില്ലെങ്കിലേ നിങ്ങൾ ലേശം വെള്ളം കുടിച്ച് നോമ്പ് പറഞ്ഞോളെ. അല്ല, വിശ്വാസം വരുന്നില്ലെങ്കിൽ നിങ്ങളെ പേര് കാഫിർ എന്നാണ്. അള്ളാഹു കാക്കട്ടെ. മുത്തുനബി പറഞ്ഞല്ലേ, സ്വർഗവാസി തന്റെ ഭാര്യയെ നോക്കുക 70 സന. يتلذذ بنظرته بتلذذ بغير نظرة قبله. ഓരോ നോട്ടത്തിലും അയാൾ ആനന്ദിക്കും. അതിന്റെ തൊട്ടുമുള്ള ആനന്ദത്തെ അല്ലാത്ത മറ്റൊരു ആനന്ദം. ഇങ്ങനെ നോക്കുമ്പോൾ ഓരോ സെക്കൻഡും അയാൾ ആനന്ദിക്കും. ആ ആനന്ദം അതിന്റെ തൊട്ടുമുള്ള ആനന്ദമല്ലാത്ത മറ്റൊരു ആനന്ദമായിരിക്കും. അങ്ങനെ 70 കൊല്ലം എണീക്കൂല. 70 കൊല്ലം ഇങ്ങനെ ഇരുന്നിട്ട് ഭാര്യ നോക്കിട്ട് 70 കൊല്ലം ഒറ്റയിരുത്തം, ഒരു നോട്ടം ഒറ്റയിരുത്തം എന്ന് പുണ്യ റസൂൽ. ഇപ്പോഴും നിങ്ങളെ തലയ്ക്ക് അത് കയറിയിട്ടില്ല എന്ന് എനിക്കറിയാം. എനിക്കത് അറിയാമല്ലോ. നിങ്ങളെ ഇരുത്തം കണ്ടാൽ നിങ്ങളെ തലയൊക്കെ അത് കയറിയിട്ടില്ല എന്ന് എനിക്കറിയാം. നിങ്ങളെ തലയൊക്കെ കയറൂല എന്ന് എനിക്കറിയാം. അത് കുറച്ചും കൂടി കഴിയുന്നാലും തലയ്ക്ക് അതൊരു അത്ഭുതം. സ്വർഗം എന്ന് പറഞ്ഞാൽ ഒറ്റ ഇരുത്തം. അതിലേക്ക് സൂചന ഉണ്ട്. അവരും ഭാര്യമാരും രമിച്ചും രസിച്ചും ഇരിക്കും മരച്ചുവട്ടി. പറ ഇങ്ങനെ ചാരി നോക്കിയിരിക്കും ഭാര്യയെ. ഒറ്റ നോട്ടം 70 കൊല്ലം വരുമെന്ന് പുണ്യ റസൂൽ. മടി വരില്ല. ഞാൻ കുറച്ചു നേരം അങ്ങോട്ടോട് വർത്താനം പറഞ്ഞുകൊണ്ട് ഇവർക്ക് കടയിൽ നിന്നൊക്കെ അടച്ച് ഭക്ഷണം കഴിച്ച് കുറച്ച് സംസാരിക്കാന്ന് പറഞ്ഞാൽ ഇരുന്നതാണ്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾക്ക് തോന്നി വയ്യ, നീ വാ, അല്ല ഇരിക്കാന്ന് പറഞ്ഞിട്ട് നീ ഇരുന്നോ, ഞാൻ രസം കിടക്കട്ടെ. അതുണ്ടാവില്ല. ലായഫ്തുറു, സ്വർഗവാസിക്ക് തളർച്ച വരികയില്ലെന്ന് പുണ്യ റസൂൽ. സ്വർഗവാസിക്ക് മടി വരികയില്ലെന്ന് പുണ്യ റസൂൽ. സ്വർഗവാസിക്ക് കോട്ടുവായ വരില്ല എന്ന് പുണ്യ റസൂൽ. ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അതാ, ഇങ്ങനെയുള്ള ആളല്ലേ ഇവര്. മഹ്ശറിൽ സ്വർഗീയ ആനന്ദം കൊടുക്കും അല്ലാഹു. ഖുർആൻ അനുസരിച്ച് ജീവിച്ചവർ നാലികരിക്ക് ഒറ്റ ഇരുത്തം. 50,000 കൊല്ലം കഴിയുമ്പോൾ അയാൾ ചോദിക്കും, കാര്യം കഴിഞ്ഞു, ഇത്ര പെട്ടെന്ന്? അയാൾക്ക് തോന്നുക ഒരു 2 റക്അത്ത് നിസ്കരിച്ച നേരല്ലേ കഴിഞ്ഞിട്ടുള്ളൂ ആനന്ദത്തിന്റെ രസം കൊണ്ട്. എത്ര കഴിഞ്ഞിട്ടുണ്ട്? 50,000 കൊല്ലം എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല അങ്ങനെ കുറേ ആളുണ്ടാവും. ഈ 50,000 കൊല്ലം കഴിയുമ്പോൾ കാര്യം ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുണ്ടാവും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ.
അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ചേർക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, രണ്ട് കാര്യത്തിനാണ് ഖുർആൻ വന്നതെന്ന് ഞാൻ പറഞ്ഞു. ഒരു ഭാഗം കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു, ഒരു ഭാഗം ഇതാ പറയുന്നത്. റബ്ബനാ റബ്ബനാ വബ്അത് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. 4000 കൊല്ലം മുമ്പ് ദുആ ചെയ്തതാ സയ്യിദുനാ ഇബ്രാഹിം. അല്ലാഹുവേ, ഈ നാട്ടിൽ മഹാനായ റസൂൽ വരണം. എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് ആ റസൂൽ ഖുർആൻ ഇവിടെ നിന്ന് ഓടി തുടങ്ങണം, ഈ മക്കായിൽ വെച്ച് ഓടി തുടങ്ങണം പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ويعلمهم الكتاب ويتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم. ഹിക്മത്തും നൽകണം, തസ്കിയത്തും നൽകണം. ഹിക്മയെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അല്പം 2 ദിവസമായി സൂചിപ്പിച്ചിരുന്നു. ഹിക്മ എന്നാൽ ഇൽമുൻ ഫീഹി ഖശിയത്തുല്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെടണമെന്ന വിജ്ഞാനത്തിനാണ് ഹിക്മ എന്ന് പറയുന്നത്. അതിന്റെ 2ാം ഭാഗമാണ് എന്ത്? ഹിക്മത്തുണ്ടായാൽ തസ്കിയത്തുണ്ടാവും. വയത്ലു അലൈഹിം ആയാതിഹി വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. ഹിക്മത്തുണ്ടെങ്കിൽ തസ്കിയത്തുണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്, ഹിക്മത്തുണ്ടെങ്കിൽ തസ്കിയത്തുണ്ടാവും. ഹിക്മത്ത് എന്താ? ഇൽമുൻ ഫീഹി ഖശിയത്തുല്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഇൽമാണ് ഹിക്മ. അത് കേട്ടാൽ തസ്കിയത്തുണ്ടാവും. എന്താ ഈ തസ്കിയത്ത്? അതിലേക്കാണ് ഞാൻ പറഞ്ഞു വന്ന് തുടങ്ങിയത്. ഹൃദയത്തിന്റെയും മനസ്സിന്റെയും പൂർണ്ണമായ സംസ്കാരവും വിശുദ്ധിയുമാണ് തസ്കിയത്ത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് തന്നെ അതാണ് മർമ്മം. അത് ഹിക്മത്തുണ്ടെങ്കിലും ഉണ്ടാവും, ഇൽമുണ്ടോ ഉണ്ടാവില്ല. ഇൽമ് 2 അവസ്ഥ ഉണ്ട്. ഇൽമ് നാഫിഉണ്ട്, ഇൽമു ളാറുണ്ട്. ഇൽമ് കൊണ്ടുണ്ടാവില്ല. ഇൽമ് 2 ജാതിയാണ്. ഇൽമ് നാഫിഉണ്ട്, ഇൽമു ളാറുണ്ട്. ഇൽമു ളാറാണെങ്കിൽ അത് ശൈത്താനെ പോലെയാണ്. അല്ലാഹു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ യഖ്ശഉ വമിൻ നഫ്സിൻ ലാ തശ്ബഉ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ എന്ന പുണ്യ റസൂൽ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നാഫിയ അല്ലാത്ത വിജ്ഞാനത്തെ തൊട്ട് ഞങ്ങൾ കാവലിനെ ചോദിക്കുന്നോട് പുണ്യ റസൂൽ. അപ്പോൾ കാവലിനെ ചോദിക്കുന്നത് ശൈത്താനോട് പറ്റിയാണല്ലോ. ഇതാ ഇൽമിനെ പറ്റിയും കാവലിനെ ചോദിച്ചിരിക്കുന്നു. ഏത് ഇൽമ്? ആ ഇൽമ് മനസ്സിനെ സംസ്കരിച്ചില്ല. മനസ്സിനെ സംസ്കരിക്കാത്ത ഇൽമ് ശൈത്താനെ പോലെയാണ് എന്ന് പുണ്യ റസൂൽ സൂചന. അല്ലാഹു നമുക്ക് നാഫിയ ആയിട്ട് ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. വളരെ ചിന്തിക്കണം. ഇൽമ എല്ലാം നല്ലതല്ല. ഇൽമ നാഫിയായി മാറണം. അത് നാഫിയാകുമ്പോൾ അത് തസ്കിയത്തായിരിക്കും. നാഫിയായാൽ അത് ഹിക്മത്താവും. അപ്പോൾ തസ്കിയത്തുണ്ടാവും. ശ്രദ്ധിക്കണം, ഇങ്ങോട്ട് നോക്ക്. 2 കാര്യമാണ് ഖുർആന്റെ ലക്ഷ്യം. ഒന്ന്, അള്ളാനെ പേടിക്കുന്ന ഇൽമിനെ തരുക. അത് അള്ളാനെ പേടിക്കുന്ന വിധത്തിൽ കയറിയാൽ നാഫിയായി. പിന്നെ എന്തുണ്ടാവും? പിന്നെ തസ്കിയത്തുണ്ടാവും. ഹിക്മ, തസ്കിയ, ഇത് മാത്രമാണ് ഖുർആന്റെ ലക്ഷ്യം. തസ്കിയത്ത് എന്നാൽ സംസ്കരണം ആണ്. നന്നായിട്ടുണ്ടാവും മനുഷ്യൻ, നന്നായിട്ടുണ്ടാവും. لقد من الله على المؤمنين إذ بعث فيهم رسولا منهم يتلو عليهم آياته ويزكيهم. കേറേണ്ടത് പോലെ കേറിയാൽ അത് നാഫിയായ ഇൽമാണ്. ഇൽമ് എല്ലാം ഇൽമല്ല. ഇൽമിന് യാതൊരു വിലയുമില്ല. ഇൽമ് നാഫിയാകുമ്പോൾ മാത്രമേ വിലയുണ്ടാവുകയുള്ളൂ. ഇൽമിന് ജനങ്ങളെ യാതൊരു വിലയുമില്ല. ഇൽമ് ചിലപ്പോൾ ശൈത്താനെ പോലെയാണ്. ഇൽമ് നാഫിയാകുമ്പോൾ മാത്രമേ വിലയുള്ളൂ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ എന്ന് പുണ്യ റസൂൽ. ചിന്തിക്ക്, അഊദു അഊദു ഓതൽ ശൈത്താനെ പറ്റിയ. അഊദു ബില്ലാഹി
ഇതേ റസൂലുള്ളാഹ് ഇതേപോലെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ അഊദു ബിക മിൻ ശൈത്വാനി എന്ന് പറയുമ്പോൾ അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ. മനസ്സിന് സംസ്കരണത്തിന് ഉപകരിക്കാത്ത ഇൽമ് ശൈത്താനെ പോലെയാണ്. അതിനെ തൊട്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് പുണ്യ റസൂൽ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. തടി കൊടുക്ക് നല്ല പോലെ ചിന്തിക്കണം. ഇൽമിന് ഒരു വെല്ലയുമില്ല. ഇൽമ നാഫിയാവുമ്പോൾ മാത്രമല്ല. നാഫിയായാൽ വയുസക്കി വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കിഹിം. അത് മനുഷ്യനെ നന്നാക്കും. അത് മനുഷ്യന് തസ്കിയത്ത് നൽകും. അവന്റെ ഖൽബിനെ നന്നാക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. പുണ്യ റസൂൽ പറഞ്ഞല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുറഞ്ഞ ഇൽമും കൂടുതൽ ഇൽമുള്ളവരും സ്വഹാബികൾ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും തസ്കിയത്ത് ഉണ്ടായിരുന്നു. അസ്വഹാബി കന്നുജൂം, എന്റെ സ്വഹാബികൾ നക്ഷത്രങ്ങളെ പോലെയാണെന്ന് പുണ്യ റസൂൽ. തിളക്കത്തിൽ, ഉള്ളിന്റെയും പുറത്തിന്റെയും തിളക്കത്തിൽ അവർ നക്ഷത്രങ്ങളെ പോലെയാണ് എന്റെ സ്വഹാബികൾ എന്ന് പുണ്യ റസൂൽ. എന്നാലോ അവരുടെ കൂട്ടത്തിൽ കുറഞ്ഞ ഇൽമ കിട്ടിയവരുമുണ്ട്, കൂടുതൽ ഇൽമുള്ളവരുമുണ്ട്. എല്ലാവരും ഗ്രാമീണരുണ്ട്. ഞാൻ ചില ഗ്രാമീണരെ കുറിച്ച് കഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ സൂചിപ്പിച്ചിരുന്നു. ചെരങ്ങയുണ്ടാക്കും, നിങ്ങളോട് തന്നെയല്ലേ പറഞ്ഞത്? ചെരങ്ങയുണ്ടാക്കുന്ന ഗ്രാമീണനെ പറ്റി പറഞ്ഞല്ലോ. ഒരു ഗ്രാമീണൻ വന്നിട്ട് നബിയോട് പറയാ, നബിയെ സ്വർഗത്തിൽ കിടക്കണം, കൂടുതൽ പണിയൊന്നും എടുക്കാനാവില്ല, എന്താ ചെയ്യുക? അപ്പോൾ ഹബീബാ റസൂൽ പറഞ്ഞു, ആയിക്കോട്ടെ നിസ്കരിക്കാം. പിന്നെ നിസ്കാരത്തിന്റെ പേരിൽ അള്ളാഹു വേറെ എന്തെങ്കിലും പറയോ? ഒന്നും പറയൂല. ഇല്ലാത്ത വേണമെങ്കിൽ സുന്നത്ത് നിസ്കരിച്ചു. അപ്പോൾ ചോദിച്ച് പിന്നെന്താ വേണ്ടത്? നോമ്പ് വിൽക്കുന്നേ, റമദാനിലെ നോമ്പല്ലേ? അതെ അതെ. പിന്നെ വേറെ ഏതെങ്കിലും നോമ്പ് വിൽക്കാത്തതിന്റെ പേര് ശിക്ഷിക്കോ? അറഫാ നോമ്പ്, ആശുറാ നോമ്പ്, ഇങ്ങനെ പല നോമ്പും ഉണ്ടല്ലോ. അതിന്റെ പേരിലൊക്കെ നോറ്റിട്ടില്ലെങ്കിൽ ശിക്ഷിക്കോ? ഒന്നുമില്ല, ഒറ്റ നോമ്പ് ഒറ്റ മതി. ഏത് റമദാൻ? ഇയാൾ പറയാ, എനിക്ക് അങ്ങനെ കൂടുതലൊന്നും നേരല്ലേ, എനിക്ക് പണിയാ പാടത്ത്. സ്വർഗത്ത് കിടക്കും വേണം, പാടത്ത് പണിയെടുക്കും വേണം എന്ന്. പിന്നെന്താ വേണ്ടേ നബി? പിന്നെ സക്കാത്ത് കൊടുക്കണം. അതെ, വേറെ എന്തെങ്കിലും പറയോ? കൊടുത്ത് അത് ഒന്നും പറയില്ല. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം സദക്കയൊക്കെ കൊടുക്കാം. ഓ, ഞാൻ സൗകര്യം പഠിച്ചു. അത് റസീറ്റ് കൊണ്ട് വരുമ്പോൾ കൊടുക്കുക, കൊടുക്കാതിരിക്കുക, സൗകര്യം ചെയ്യാൻ എത്രയേ ഉള്ളൂ. പ്രശ്നം സക്കാത്ത് കൊടുക്കാം, അത്രയേ ഉള്ളൂ. മറ്റേ റസീറ്റ് വരുമ്പോൾ കൊടുക്കാം, കൊടുക്കാതിരിക്കാം, സൗകര്യം പോലെ ചെയ്യാം. പിന്നെന്താ? പിന്നെ ആയുസ്സൊരു ഹജ്ജ് ചെയ്യണം. എല്ലാ കൊല്ലം ഉംറ പോണ, ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ആയുസ്സൊരു ഹജ്ജ് ചെയ്യണം. ഓ, അയാളും കൂടെ എണീറ്റ് പറഞ്ഞില്ല, അസീദ് വല അൻഖുസു. ഇതിൽ നിർബന്ധമായി പറഞ്ഞതൊക്കെ ഞാൻ ചെയ്യും, കൂട്ടുമില്ല, കുഴപ്പമില്ല. പോവാണ്, എനിക്ക് പാടത്തെ പണിയാണ്. എനിക്ക് ഏത് നേരം ഓടിയിരിക്കാനോ നിസ്കരിക്കാനോ ഒന്നും എനിക്ക് നേരമില്ല. ഒരു വിത്തന ഉണ്ടാക്കണ കമ്പനിയിൽ ഞാൻ ഉണ്ടാവില്ല, ഞാൻ ഒന്നിനും ഉണ്ടാവില്ല. ഞാൻ ഇത് ചെയ്യും, ഞാൻ പോവാണ്, ഒറ്റ പോക്ക്. അയാൾ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വഹാബികൾ റസൂലുള്ളാഹി വിളിച്ച് പറഞ്ഞു, ഇതാ മൻ സറഹു അൻ യൻദുറ ഇലാ അഹദിൻ മിൻ അഹ്ലിൽ ജന്ന യമുറു ഫിൽ അർളി ഫൽയൻദുറു. സ്വർഗ്ഗക്കാരനായ ഒരു മനുഷ്യൻ ഭൂമിയിലൂടെ നടന്നു പോകുന്നത് കാണാൻ പൂതിയുള്ളവർ വേഗം നോക്കിക്കോളി, അത് അയാളാണ്. സ്വർഗ്ഗക്കാരനായ ഒരു മനുഷ്യൻ ഭൂമിയിലൂടെ നടന്നു പോകുന്നത് കാണാൻ കൊതിയുള്ളവർ അയാളെ നോക്കിക്കോ, അത് അയാളാണ് സദഖ. അയാൾ പറഞ്ഞ വാക്ക് പാലിച്ചാൽ മാത്രം മതിയാകും, അയാൾ സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന് പുണ്യ റസൂൽ. ചിന്തിക്കുക. അപ്പൊ കുറെ ചെയ്യാന്നുള്ളതൊന്നല്ല വിഷയം. വിഷയം ഇവിടെ ശരിയാകുന്നതാണ്. ഞാനൊരു കുഴപ്പത്തിൽ ഉണ്ടാവില്ല നബി. പിന്നെ ചില്ലറ ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കും, അത്ര തന്നെ ഉള്ളൂ. സുന്നത്ത് നിസ്കാരം സൗകര്യം ചെയ്യും, അത്രയൊക്കെ നിനക്കൊരു കഴിയുള്ളൂ. എനിക്ക് പാടത്ത് പണിയാണ്, അത്ര മതിയാണ്. ഹബീബ് നബി പറഞ്ഞു, ലമുഅഖദ, അതിന്റെ പേരിൽ പിടികൂടലുണ്ടാവില്ല എന്ന് പുണ്യ റസൂൽ. അത്രേ ഉള്ളൂ. പക്ഷെ ഒരു കമ്പനി ഒരു മോശപ്പെട്ടില്ല ഞാൻ ഉണ്ടാവില്ല, എനിക്ക് പാടത്ത് പണിയുണ്ട് എന്ന് പുണ്യ റസൂലിനോട് ആ മനുഷ്യൻ. ആയിക്കോട്ടെ, ഒരു പ്രശ്നം. വളരെ ചിന്തിക്കണം. ഖുർആൻ ഇവിടെ എന്തിനാ ചെയ്തു വന്നത്? പറഞ്ഞല്ലേ 500 കൊല്ലം സുജൂദ് ചെയ്ത മനുഷ്യനെ പറ്റി തങ്ങൾ പറഞ്ഞല്ലോ. അതൊന്നും ഖുർആനെ പറ്റി ഒന്നുമല്ല, ഒന്നുമല്ല. ഖുർആന് വേണ്ടത് സംസ്കരണമുള്ള മനസ്സാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിന് ആദ്യം എന്ത് വേണം? വേണ്ടത് ഞാൻ മോശമാണ് എന്ന് തോന്നണം. ഇതാണ് സംസ്കരണത്തിന്റെ ബേസ്. ഞാൻ മോശമാണ്, ഞാൻ ആള് മോശമാണ്, ഞാൻ മഹാനാണെന്ന് തോന്നുന്ന ഒരാൾ ലോകത്ത് നന്നായിട്ടില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നന്നായിട്ടല്ല ഈ ലോകത്ത് ഞാൻ മഹാനാണെന്ന് തോന്നുന്ന ഒരാൾ നന്നായിട്ടേ ഇല്ല.
നിങ്ങളോട് എന്തിനാണ് മനുഷ്യന്മാരെ ഞാനിതൊക്കെ പറയുന്നത്? ഈ ഖുർആൻ അല്ലാഹു ഇറക്കിക്കൊണ്ട കൊടുത്ത ലോകം കണ്ട മഹാനല്ലേ പുണ്യ റസൂൽ. മാ മറ ബി ആയത്തി തസ്കിയതി ഇല്ലാ വഹുവ യദ്ഉ اللهم آت نفسي تقواها وزكيها أنت خير من زكاها أنت وليها ومولاها ما مر بآية التزكية إذا قرأ ഓടിയാൽ തസ്കിയത്തിന്റെ ഒരു ആയത്തിന്റെ അടുത്ത് റസൂലുള്ള കടന്നു പോവുകയില്ല. ഇല്ലാ വഹുവ യദ്ഉ, നബി സ്വയം ദുആ ചെയ്യാതെ സക്കാ യുസക്കി തസക്കാ തതസക്കാ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട ഒരു ആയത്തിന്റെ അവിടെയും റസൂലുള്ള കടന്നു പോകില്ല. ഇല്ല വഹുവ യദ്ഉ, റസൂലുള്ള ദുആ ഇർക്കാതെ അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, പടച്ചോനെ എനിക്ക് നീ തഖ്വ തരണം, വസക്കിഹ എന്നെ ഒന്ന് നന്നാക്കി തരണം. ആരാത് പറയുന്നത്? എന്നെ നന്നാക്കി തരണം എന്ന് പറഞ്ഞത് ആരാ? എന്താണ് മനുഷ്യന്മാരെ നിങ്ങൾ ഇന്ന് നോക്കിയിരിക്കുന്നത്? ഇത് ഏകവചനമാണ്, ബഹുവചനല്ല. ദുആ ഏകവചനത്തിലാ. നബി സ്വയം ഇരുന്ന് ഓടുന്ന നേരത്ത് മാ മറ ബി ആയത്തി തസ്കിയ സക്കാ യുസക്കി തസക്കാ തതസക്കാ ആത്മശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട ഒരായത്തും കടന്നു പോവുകയില്ല. ഇല്ലാ വഹുവ യദ്ഉ, നബി സ്വയം ശുദ്ധിക്ക് വേണ്ടി ദുആർന്നിട്ടല്ലാതെ പുണ്യ റസൂൽ. ഏതുപോലെ ഒരു ആത്മശുദ്ധിയുടെ ആയത്ത് പറയും? ഏതുപോലെ? ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. ഖദ് അഫ്ലഹ മൻ തസക്ക പോലെ. അല്ലെങ്കിലോ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസാഹ. സക്കാ സക്കി തസക്കാ തതസക്കാ വഖുൽ ഹൽ ലക ഇലാ അൻ തസക്കാ. ആരോട് പറഞ്ഞു? മൂസാ നബി ആരോട് പറഞ്ഞു? ഫിർഔനോട്. നമുക്ക് നന്നായിക്കൂടെ? ഈ ഇത്തരം ആയത്തിന്റെ റസൂലുള്ളാഹി ഫയഖിഫു, ഓത്ത് നിർത്തും. വയദ്ഉ, എന്നിട്ട് ദുആ ഇറക്കും. എന്താ ദുആ ഇറക്കുക? അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, പടച്ചോനെ എനിക്ക് തഖ്വ തരണം, വസക്കിഹ എനിക്ക് ഇന്നെ നന്നാക്കി തരണം. ആര് 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 എന്താ നിങ്ങൾ ഇരിക്കണം? ആരെ നന്നാക്കേണ്ട കാര്യമാണ് ഈ പറയുന്നത്? റസൂലുള്ള പറയാം, റബ്ബേ ഇന്നൊന്ന് നന്നാക്കിത്താണ് പുണ്യ റസൂൽ. അപ്പൊ എന്താ ഉള്ളർത്ഥം? ഞാൻ നല്ലോനാണെന്ന് തോന്നിയ ഒരാളും നന്നായിട്ടില്ല. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ചിന്തിക്ക്. അല്ലാഹുമ്മ മാ മറ നബിയുൽ മുസ്തഫ ബി ആയത്തി തസ്കിയ ഇല്ല വഹുവ യദ്ഉ. ദുആർക്കാതെ ഒരു സക്കാത്ത സക്ക ആയത്ത് കടന്നു പോയിട്ടില്ല. അല്ലാഹുമ്മ ആതി നഫ്സി, ആതി അൻഫുസന എന്നല്ല, ആതി നഫ്സി. ഹദീസ് നോക്കിയും കണ്ടുമാണ് ഞാൻ ഈ വായിക്കുന്നത്, അല്ലാതെ എനിക്ക് തോന്നിയത് പറയല്ല. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹാ വമൗലാഹാ. ആ ശുദ്ധി കൊണ്ടാണ് സിദ്ദീഖ് പറഞ്ഞത് ഞാൻ നരകക്കാരനാണ്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ പ്രഭാഷണത്തിലാണെന്ന് തോന്നുന്നു സൂചിപ്പിച്ചത് ഇബ്നു അബീ മുലൈക റളിയല്ലാഹു അൻഹുവിന്റെ ബുഖാരിയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട്. നിങ്ങളോട് തന്നെയാണ് എന്റെ ഓർമ്മ. അദ്റഖ്തു 30 മിൻ അസ്ഹാബി റസൂലില്ലാഹ് കുല്ലു വാഹിദ് മിൻഹും യഖാഫു നിഫാഖ അലാ നഫ്സിഹി വമിൻഹും അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലി. നിങ്ങളോട് തന്നെയല്ലേ പറഞ്ഞത്? ആ സ്വഹീഹുൽ ബുഖാരി. അതൊന്നും മറക്കരുത്, അതൊന്നും മറക്കരുത്, അതൊന്നും മറന്നേ പോകരുത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാർ ബഹുമാനപ്പെട്ട ഇബ്നു അബീ മുലൈക റളിയല്ലാഹു അൻഹു പറയാം, 30ഓളം സ്വഹാബികളെ എനിക്ക് നേരിട്ടറിയും. അവർക്കെല്ലാം അവർ മുനാഫിഖാണ് എന്ന ഭയത്തിലായിരുന്നു. ഞങ്ങൾ നരകത്തിലാണെന്ന വിശ്വാസക്കാരുമായിരുന്നു. ഞങ്ങൾ നരകത്തിൽ പെടുമെന്നുള്ള ബേജാറിലായിരുന്നു. ഞങ്ങൾ മുനാഫിഖാണോ എന്ന ധാരണയിലായിരുന്നു. വമിൻഹും അബൂബക്കർ, അതിൽപ്പെട്ട ഒരാൾ അബൂബക്കർ. പിന്നെ അപ്പൊ ഞാൻ നല്ലോനാണെന്ന് വിചാരിച്ച ഒരാൾ നന്നായിട്ടില്ല. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. മനസ്സ് തുറക്ക്, എന്നിട്ട് പറയാ, എന്നിട്ട് മനസ്സെടുത്ത് തുറക്ക്, മനസ്സ് തുറക്ക്, എന്നിട്ട് സ്വയം സമ്മതിക്കുക മോശമാണ്, ഞാനാണ് മോശമാണ്, ഞാൻ മോശമാണെന്നാണ് തീരുമാനിക്കുക. അത് തീരുമാനിക്കാതെ ഒരു കാര്യമില്ല. ഈ കോടിക്കണക്ക് സദക്ക കൊടുത്തിട്ട് കാര്യമില്ല മുതലാളിയെ. നന്നാകട ആദ്യം ഈ തോന്നും ഞാൻ ഇവിടുത്തെ ഈ എൻ്റെ മാനയിൽ ഏറ്റവും മോശപ്പെട്ട ആൾ ഞാനാന്ന് എനിക്ക് തോന്നാടാ. ഈ കോടിക്കണക്കിന് ഉറപ്പ് സദക്ക കൊടുത്തിട്ട് എന്ത് കാര്യം?
ഇതുള്ള കിതാബൊക്കെ ഓതി കൊടുത്ത മൂല്യരായിട്ട് എന്താണ് ഈ റഹ്മത്തുള്ളാഹിപ്പെട്ടവർക്ക് കാര്യം? ഈ നാട്ടിൽ മോശപ്പെട്ട ആൾ ഞാനാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് നന്നാവില്ലെങ്കിൽ അതാണ് വളരെ ചിന്തിക്കണം. ഇത് അവിടെ അങ്ങോട്ട് കഴുകണം, അവിടെ ശരിയാക്കണം. അതാണ് തസ്കിയ. നമ്മൾ നന്നാക്കി തരട്ടെ. ഒരു വർത്താനം പറയുന്നത് ശ്രദ്ധിക്കണം. തല കൊടുക്കേണ്ട നേരത്ത് വർത്താനം പറയുന്നത് ശ്രദ്ധിക്കണം. തല കൊടുക്കണം. നിങ്ങളെപ്പോഴത്തെ മുതലാളിമാരും എല്ലാവരും ഖുർആൻ പറയുന്നവരെ കേൾക്കുന്നവർ നന്നാക്കാൻ വേണ്ടിയാണ് ഇവിടെ ക്ലാസ്. അതിനു വേണ്ടിയാണ് നിങ്ങൾ കുറച്ചാളുകൾ സ്റ്റേജ് മേലും താഴെയൊക്കെ ഇരിക്കുന്നത്. നിങ്ങളിവിടുത്തെ അലങ്കാരമായിട്ടല്ല, നിങ്ങളെയും ഇന്ത്യൻ തലയൊക്കെ കയറാനാണ്. ഇത് കയറാത്തൊരു മുതലാളിയോ മൂല്യരോ ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല. ഇത് തലയൊക്കെ കയറ്റണം, ഇത് ചിന്തിക്കണം. ഇതിനാരും സഹായിക്കും വേണ്ട. ഇനി അതും പറഞ്ഞ ഞങ്ങൾ കുറച്ചാളുകൾ ഇങ്ങനെ അംഗഭൂത്തിൻ്റെ വലയും കെട്ടി സഹായിക്കേണ്ട ആവശ്യമൊന്നും ഇതിനില്ല. ഇത് തീരുമാനിക്കുമ്പോൾ നടക്കും, ഇല്ലെങ്കിൽ നടക്കൂല. അല്ലാതെ നിങ്ങൾ കുറച്ച് മുതലാളിമാരിങ്ങനെ ഉടുത്തൊരുങ്ങിയിട്ട് ഇങ്ങനെ വലിയ വലിയ കാലും വെച്ച് വലിയ വലിയ കാലൊക്കെ കുലുക്കി ഇങ്ങനെ വന്നിട്ട് കാറിൽമാർക്ക് വന്നിട്ട് ഇത് സംരക്ഷിക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങളൊക്കെ പണി നോക്കി അതിനൊന്നും ആവശ്യമില്ല. ഇത് പടച്ച തമ്പുരാണ് വേണമെങ്കിൽ നടക്കണം, ഇനി നടക്കണം. അങ്ങനെ ആരും വിചാരിക്കേണ്ട. കാസിമിൻ്റെ ക്ലാസ് കോഴിക്കോട് മുടങ്ങിയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അംഗഭൂത്തിൻ്റെ വലയും കെട്ടി ഇത് സംരക്ഷിക്കാൻ വിചാരിക്കേണ്ട. നിങ്ങളെ വല അംഗഭൂത്തിൻ്റെ വലയാണ്. അംഗഭൂത്ത് പറഞ്ഞ 8 കാലിൻ്റെ വലയാണ്. മഹാന്മാരായ രാഷ്ട്രീയക്കാരെ മുതലാളിമാരെ നിങ്ങളെ വലക്ക് അംഗഭൂത്തിൻ്റെ വല എന്നാണ് പറയുക. നിങ്ങളൊന്നും വിചാരിക്കരുത്. നിങ്ങളിന്ന് എനിക്ക് ആവശ്യം തന്നെയല്ല, എനിക്കൊരു ഒറ്റ ആളെ ആവശ്യമുള്ളൂ, അതിൻ്റെ റബ്ബ് മാത്രമാണ്. നമ്മൾ നന്നാകണം. ഞാൻ വളരെ മോശപ്പെട്ട മനുഷ്യനെ. ഈ 12 കൊല്ലം അങ്ങനെ ഉണ്ട്. പാറക്കല്ലുമ്മലിട്ടിട്ട് തുണി അലക്കും, തുണി വെളുക്കും, ആരും വെളുക്കും, പാറക്കല്ലും വെളുക്കും. അത് അങ്ങനെ ഒരു വെളുപ്പുണ്ട്. അതാണ് സത്യത്തിൽ കല്ല് വെളുത്തു. അപ്പൊ നമ്മളിത് ചിന്തിക്കണം. നമ്മൾക്ക് മരിച്ചു പോണ്ടേ മനുഷ്യന്മാർ? അവിടെയല്ലേ അള്ളാന്റെ കോടതിയുള്ളത്? അപ്പൊ ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? 500 കൊല്ലം സുജൂദ് കിടന്ന മനുഷ്യനെ അള്ളാഹു നരകത്ത് പോകാൻ കൽപ്പിച്ചു. പഠിച്ചോ കാക്കട്ടെ. എന്തേലും കാരണം? അയാളുടെ അഹങ്കാരം. ഞാൻ എൻ്റെ അമൽ കൊണ്ട് പോകുമെന്ന അഹങ്കാരം. എനിക്കെന്റെ അമൽ മതി. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഞാനും അമൽ കൊണ്ട് സ്വർഗത്തിൽ കിടക്കുകയില്ല. അഹങ്കാരമാണ്. എനിക്കെന്റെ അമൽ മതി. അതൊരു അഹങ്കാരം. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മെ കാക്കട്ടെ. ലോകം കണ്ട മഹാന്മാർ, ലോകം കണ്ട മഹാന്മാർ അള്ളാഹ് എന്ന് പറയുമ്പോഴത്തിന് പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അള്ളാഹ് എന്ന് പറയുമ്പോൾ കരഞ്ഞോണ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ സത്യത്തിൽ ചിന്തിപ്പിച്ചത് ആ കാര്യം. ഇതെന്തിനാണ് അവരിങ്ങനെ കരയുന്നത്? നമ്മളെ അവരോട് ദ്വാർപ്പിച്ച് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെന്നപ്പോൾ നരകം എന്ന് പറഞ്ഞപ്പോൾ അവരെന്നാട് കരഞ്ഞ്. അപ്പൊ എനിക്ക് പേടിയായി. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യത്തിലേക്കാണ് ഞാൻ സൂചന പറയുന്നത്. ഞാൻ ഈ കൊല്ലം വളരെ പ്രധാനപ്പെട്ട ഒരാളെ കണ്ട് ദ്വാർപ്പിക്കാൻ വേണ്ടി ചെന്നു. വലിയൊരു മഹാനാണ്. ഒരാളോട് ദ്വാർപ്പിക്കാൻ ചെന്നപ്പോൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന് പറഞ്ഞപ്പോൾ ആടുകാരനെ പൊട്ടിയെടുക്കല്ല ആ മനുഷ്യൻ. അപ്പോൾ എനിക്കൊരു ബേജാറായി. അതെന്താണാവോ? ഞാൻ ദ്വാർപ്പിക്കാൻ വേണ്ടി ചെന്ന മനുഷ്യനും നരകത്തിൽ നിന്നൊരു ധൈര്യമില്ലേ എന്ന് തോന്നിപ്പോയി. അതിനെ വളരെ ചിന്തിപ്പിച്ചു. അങ്ങനെ ഉണ്ടല്ലോ ഒരു സംഗതി. നമ്മളൊരാളോട് പോയി പറയാ 10 റുപ്യ കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് 10 റുപ്യ അല്ല, ഞങ്ങളൊരു 10,000 റുപ്യ കടം തരി എന്ന് പറഞ്ഞപ്പോൾ അയാളാണ് കരയ. 10,000 റുപ്യ കടം വേണം പറഞ്ഞപ്പോൾ അയാളാണ് കരയ. അയാള് 10 കോടിന്റെ കടത്തിലിരിക്കുക. അപ്പോഴല്ലേ അയാൾ കാര്യമുള്ളൂ. 10,000 റുപ്യ എനിക്ക് വേണമെന്ന് പറയുന്ന നേരത്തെ അയാൾ ചിരിച്ച. ഇതിനൊക്കെ എന്തിനാ കുറച്ച് വർത്താനം പറയാം, പൈസ ഒക്കെ ഇവിടെ ഉണ്ടടാന്ന് പറഞ്ഞാൽ അപ്പൊ ചിരിച്ചേ പറയുള്ളൂ. ഇതൊക്കെ 10,000 റുപ്യ കടം വേണ്ടിയിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളോട് പോയി പറഞ്ഞപ്പോ 10,000 എന്ന് കേൾക്കുന്നോട് കൂടാണ് കഴിഞ്ഞാണ്. എന്തുകൊണ്ട്? അയാൾ 10,000 കണ്ടിട്ട് കൊല്ലങ്ങളായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇയാൾ കാര്യങ്ങൾ. അതല്ലേ വിഷയം. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കണം. ഉള്ളിന്റെ ഉള്ളിൽ നരകത്തിൽ നിന്ന് ഉറപ്പുള്ള ഒരാൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടാവില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അവരെ സ്വർഗ്ഗക്കാരായിരിക്കും ചെയ്യും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് എന്ത് തോന്നും? ഞാൻ ആള് വളരെ മോശ. വളരെ ചിന്തിക്കണം. ഇതൊക്കെ നമ്മൾ പഠിച്ച് നമ്മൾ നന്നായി. എന്ത് കാര്യം? നിങ്ങളെ ചിന്തിക്കണം. അല്ലാഹു തആല തെരഞ്ഞെടുത്ത അബ്ദാണ് സയ്യിദുനാ ആദം. കരഞ്ഞത് 300 കൊല്ലമാണ്. കരഞ്ഞെടുത്ത്
പുല്ലല്ല മുളച്ച്. നമ്മൾ സാധാരണ പറയും അവൻ പാഞ്ഞടുത്ത് പുല്ല് മുളക്കൂല, അങ്ങനെ ഒരു പ്രയോഗം ഉണ്ട് നമുക്ക്. അവൻ പാഞ്ഞടുത്ത് പുല്ല് മുളക്കൂല അല്ലേ, അങ്ങനെ പ്രയോഗം ഉണ്ടല്ലോ. ഇത് പുല്ലല്ല മുളച്ചത്, മരം. സയ്യിദുനാ ആദം കരഞ്ഞെടുത്ത് മുളച്ച് അസ്വന്തലു ചന്ദന മരം. ആദം നബി കരഞ്ഞെടുത്താണ് ചന്ദന മരം മുളച്ചത്. സയ്യിദുനാ ആദം മരം മുളച്ച്, അതിന് മാത്രം കരഞ്ഞ സയ്യിദുനാ ആദം. എത്ര കൊല്ലം കരഞ്ഞ? ആരാണ് ഇയാൾ? ഇന്നല്ലാഹ അസ്തഫാ ആദമ, ഇന്നല്ലാഹ അസ്തഫാ ആദമ. കരഞ്ഞു, അല്ലാഹു തെരഞ്ഞെടുത്ത ആൾ സയ്യിദുനാ ആദം. മനസ്സ് നന്നാക്ക്. മനസ്സ് നന്നായാൽ ഞാൻ മോശം തോന്നും, മനസ്സ് മോശമായാൽ ഞാൻ നല്ലോണം ചിന്തിക്കും. അതാണ് യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹ്. ഖുർആൻ മനുഷ്യനെ മനസ്സാന്തരപ്പെടുത്തി. അതിനു വേണ്ടിയാണ് ഖുർആൻ വന്നത്. അന്ത്യനാളിനെ പറ്റി പറഞ്ഞത് എന്താ? അവർക്കാണ് വെളിച്ചമുള്ളത്. ഖുർആൻ മാനസാന്തരപ്പെടുത്തിയ മനുഷ്യർക്കാണ് അവർക്കാണ് വെളിച്ചമുള്ളത്. ചിന്തിക്ക്, അവർ കയറുന്ന പള്ളിയിലാണ് ഹിദായത്തുള്ളത്. മസാജിദുഹും ആമിറ വഹിയ ഖറാബുൻ അനിൽ ഹുദാ. ഇവിടെ അന്ത്യകാലത്ത് കുറെ പള്ളി ഉണ്ടാവും, അവിടെ ഹിദായത്തുണ്ടാവില്ല. പുണ്യ റസൂൽ അങ്ങനെയാ മുത്തുനബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പള്ളി ഉണ്ടാവും, ഹിദായത്ത് ഉണ്ടാവില്ല. മസാജിദുഹും ആമിറ മസാജിദുഹും ആമിറ വഹിയ ഖറാബുൻ അനിൽ ഹുദാ. അവിടെ ഈമാന്റെ വെളിച്ചം ഉണ്ടാവില്ല എന്ന് പുണ്യ റസൂൽ. ആളുണ്ടാവില്ലേ? ആളില്ലാതെ പള്ളി ഉണ്ടെങ്കിൽ ആളുണ്ടാവും. പള്ളി ഉണ്ടെങ്കിൽ കമ്മിറ്റി ഉണ്ടാവും, കമ്മിറ്റിക്കാർക്ക് നിയമം ഉണ്ടാവും. മാലിൽ ജമാഅത്ത് ഇറക്കണം. ജമാഅത്ത് ഇറന്നിട്ടെങ്കിൽ കമ്മിറ്റിക്കാർക്ക് മോശമല്ലേ? അപ്പൊ കമ്മിറ്റിക്കാർ 10 ആളെ കൊണ്ടുവരും. എല്ലാ പള്ളിയും ജമാഅത്ത് ഇറക്കും. 20 കൂടുതലോ ആളുകൾ ജമാഅത്ത് നടത്തുന്ന പള്ളി ഉണ്ടാകും. 50 കൂടുതൽ ആളുകളോ ജമാഅത്ത് നടത്തുന്ന പള്ളി ഉണ്ടാകും. അതിൽ ഒരാൾക്ക് പോലും ഹിദായത്ത് ഉണ്ടാവുകയില്ലെന്ന് പുണ്യ നബി. വലൈസ ഫീഹി മഹാലുൻ മയുഹാബു ഫില്ലാഹ്. അള്ളാനെ പറ്റി പേടിക്കേണ്ട, അള്ളാനെ കരുതി പേടിക്കേണ്ട ഒരാൾ ആ ജമാഅത്തിൽ ഉണ്ടാവുകയില്ലെന്ന് പുണ്യ നബി. അതുകൊണ്ട് മസാജിദുഹും ആമിറ, വലിയ വലിയ പള്ളിയായിരിക്കും, പക്ഷേ വഹിയ ഖറാബുൻ അനിൽ ഹുദാ. അവിടെ ഹിദായത്ത് ഉണ്ടാവില്ല എന്ന് പുണ്യ റസൂൽ. മനസ്സ് തുറന്ന് പറയാം, അങ്ങോട്ട് നോക്ക്, മനസ്സ് തുറന്ന് പറയാം. അല്ലാഹു നമ്മളെ നന്നാക്കട്ടെ. അപ്പൊ പ്രശ്നം എന്താ? പ്രശ്നം തസ്കിയത്ത. ഇത് നന്നാവില്ല, ഭയങ്കര കള്ളനല്ലേ, ഇത് നന്നാവില്ല, ഇത് ഭയങ്കര കള്ളനാണ്, ഇത് ഭയങ്കര, ഇയാള് നന്നാവില്ല, ഇയാള് നന്നാവാന്ന് പറഞ്ഞാൽ ഭയങ്കര. അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ, അള്ളാഹു നമ്മെ നന്നാക്കട്ടെ. ഉറക്കെ പറ, അള്ളാഹു നമ്മെ നന്നാക്കട്ടെ, അള്ളാഹു നമ്മെ നന്നാക്കട്ടെ, അള്ളാഹു നമ്മെ നന്നാക്കട്ടെ. നന്നാവണം, ഇത് നന്നായി കിട്ടണം, അത് ഭയങ്കര പാടാണ്. അപ്പൊ ഞാൻ ഇൽമ പറയണം. അതിലിപ്പോ എനിക്കെന്റെ ഫضലാണുള്ളത്, ഈ ഇൽമ അല്ലാന്റെ മനസ്സിലായില്ല. ഞാൻ ഇൽമ പറയണം, അതിലിപ്പോ എനിക്കെന്റെ ഫضലാണുള്ളത്. ഇൽമിന്റെ ആളാരാ? അള്ളാന്റെ. ഒരു മുതലാളി മുതൽ ദാനം ചെയ്യണം, അല്ല അയാൾക്കെന്റെ ഫضലാണുള്ളത്. മുതൽ അയാളതല്ലല്ലോ മുതൽ, അള്ളാന്റെ. അയാൾക്ക് ഇതിനുള്ള അളവെന്താ? ആത്മാവിന്റെ ശുദ്ധിയാ. മറ്റത് എനിക്ക് എന്ത് പറയാനറിയാം? എനിക്ക് 10,000 ശിഷ്യന്മാരുണ്ട്, 20,000 ശിഷ്യന്മാരുണ്ട് എന്ന് പറയാം. മുതലാളിക്ക് എന്ത് പറയാം? ഞാൻ ഈ കൊല്ലം റമദാൻ വന്നിട്ട് 10 കോടി ദാനം ചെയ്തെന്ന് അറിയാം, അങ്ങനെയൊക്കെ പറയാം. അത് ആർക്കും ദാനം ചെയ്യാം. ഇന്നലെ കോയമ്പത്തൂരിൽ ഒരാൾ എന്നോട് പറഞ്ഞ്, ഒരു സെൽവരാജോ ചന്ദ്രരാജോ അങ്ങനെ ഏതൊരുത്തനെ പറ്റി പറഞ്ഞ്, ഓൻ ഈ കൊല്ലം 144 കോടി ഉറുപ്പ്യ ദാനം ചെയ്തിട്ടുണ്ട്. സദക്ക കൊടുക്കുക. സെൽവരാജോ ചന്ദ്രരാജോ. ഞങ്ങൾ ഇന്നലെ ജുമാ കഴിഞ്ഞിങ്ങനെ ഒരു യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആള് പറഞ്ഞ്, വലിയൊരു സദക്ക കൊടുക്കുന്ന ആളുണ്ട് ഇപ്പോൾ അവിടെ വീട്ടിലിൻ്റെ മുന്നിൽ ആൾക്കാർ 10-200 ആളെങ്കിലും എപ്പോഴും കൂടി നിൽക്കും. മുമ്പ് ഭയങ്കര സദക്ക കൊടുക്കുന്ന ആളാണ്. ഈ കൊല്ലം മുമ്പ് ഇതുവരെ ആയിട്ട് 144 കോടി ഉറുപ്പ്യ കൊടുത്തു കഴിഞ്ഞു.
മൂപ്പർക്ക് ജയലളിതന്റെ കൂടെ മണലിന്റെ ബിസിനസ്സാണെന്ന് പറഞ്ഞു. അങ്ങനെയും പറഞ്ഞു. ഏതായാലും സ്വതക്ക സ്വന്തം രാജ്യം കൊടുക്കണില്ലടാ. അതിനെന്താടാ സ്വന്തം രാജ്യന്? അത് പഠിച്ചോനെ മുതലല്ലേ ഞങ്ങൾ. ഇതൊന്നും കാര്യമില്ല. ഞാൻ 10 കോടി ഉറുപ്പിക കൊടുത്തു. ഞാൻ 10,000 ആളുകളെ കൊണ്ട് നോമ്പർപ്പിച്ചോ എൻ്റെ വാപ്പാനെ മുതൽ അള്ളാഹ് ജി 20,000 ഞാൻ 20,000 നോമ്പർപ്പിച്ചടാ. ജാരടാ 50,000 ആളെ നോമ്പർപ്പിച്ചു. ആയിക്കോട്ടെടാ എൻ്റെ വാപ്പാനെ മുതല അള്ളാഹ്. ഞാൻ പള്ളി കൊടുത്ത് ആയിക്കോട്ടെടാ കൊടുത്തോ എൻ്റെ വാപ്പാന്റെ മോലല്ല എൻ്റെ വല്യാപ്പാന്റെ മോലല്ല അള്ളാഹ്. ഞാൻ 1,00,000 ആളുകളെ ഖുർആൻ ഓടിയിട്ട് അവരെ ക്ലാസ് എടുത്ത് ആയിക്കോട്ടെടാ എൻ്റെ വല്യാപ്പാന്റെ മോലല്ല അള്ളാഹ്. നിനക്ക് തന്നെ പടച്ചോനെ പേടിച്ചിട്ട് ഇതാണ് നന്നായി. അള്ളാഹു നന്നാക്കി തരട്ടെ. ഇതാണ് നന്നാകാതെ. ഇത് നന്നായ 1 കോടിയും സ്വീകരിക്കും, 10 കോടിയും സ്വീകരിക്കും. 1 ദിർഹം മതിയാവും സ്വർഗത്ത് കിടക്കാൻ. ഒരു മനുഷ്യൻ സൂചി വായ്പ കൊടുത്തിട്ട് സ്വർഗത്ത് കിടന്ന ഒരു കാര്യം മുസ്തഫ നബി പറഞ്ഞു. അത് നല്ല മനുഷ്യനാണ്. പക്ഷെ മനസ്സിലാക്കണം, വലിയതൊന്നും കൊടുക്കണ്ട. എന്ത് പറയ മനുഷ്യന്മാരെ, എന്ത് സൂചിയല്ല, സൂചി വായ്പ കൊടുക്കാൻ. സൂചി കൊടുക്കണില്ല, മനസ്സിലായില്ല? സൂചി കൊടുക്കണില്ല. അയാളെ കയ്യിൽ ആകെ 1 സൂചിയുള്ളൂ. നാട്ടുകാർക്ക് കൊടുക്കാൻ മാത്രമുണ്ടോ 1 സൂചി? എന്ത് പറ ഇഷ്ട, എന്താ നോക്കിയിരിക്കണത്? 1 കോടിയൊന്നും കൊടുക്കണ്ട ചങ്ങാതി. ആ നാടാകെ ക്ലാസ് ഒന്നും നടത്തണ്ട ചങ്ങാതി. എന്ത് പറ ചങ്ങ, നോക്കിയിരിക്കല്ലേ പറ. ആ പറ എന്ത് മതി? 1 സൂചി, 1 സൂചി. അത് താൻ വായ്പ കൊടുക്ക. വായ്പ എപ്പോഴാ തരിക? ഞാൻ വൈകുന്നേരം തിരിച്ചോണ്ട് ആയിക്കോട്ടെ കൊടുത്ത് അവൻ്റെ അത് കുത്തിയിട്ട് മടങ്ങി കൊടുക്കും. ഇസ്രായേലി കാലത്ത് ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു, ഒരു മുഅ്മിനായ മനുഷ്യൻ, നല്ല മനുഷ്യനായിരുന്നു. ആകെ ആ മനുഷ്യൻ ഉണ്ടായിരുന്നത് സൂചി. ആ നാട്ടിലെ എല്ലാവരോടും അയാൾ പറയും സൂചി ആരും വാങ്ങരുത്, അതിന് വെറുതെ പൈസ കളയണ്ട, സൂചിൻ്റെ അവിടെ. ആളുകൾ സൂചി ഉണ്ടാവും, അവരെ തുന്നൽ കഴിയും, മടങ്ങി കൊണ്ടുവരും, പിന്നെ അടുത്ത കൊടുക്കും. ജനങ്ങൾ കൂടിയാൽ അയാൾ പറയും പിന്നെ സൂചി ആരും വാങ്ങരുതേ, സൂചി നമ്മളോട്. അങ്ങനെ ഈ മനുഷ്യൻ എന്തിനാ 10 പള്ളി 100 പള്ളിയൊക്കെ ഉണ്ടാക്കണം? 1 സൂചി വരെ സ്വർഗത്ത് കിടക്കുക. ചിലപ്പോ 100,000 പള്ളി ഉണ്ടാക്കിയാലോ അവിടെ പോകും ചെയ്യും. പള്ളി ആർക്കും ഉണ്ടാക്കാം. BR ഷെട്ടി ഉണ്ടാക്കിയ പള്ളി എനിക്കറിയാം. BR ഷെട്ടി അറിയാം? നിങ്ങൾ ഇവിടെ ഉണ്ടാ? നിങ്ങൾ ഇവിടെ ഉണ്ടോ? എന്താണ് മേപ്പെട്ട് നോക്കിയിരിക്കുന്നത്? ഇവിടെ ഉണ്ടാ? തിരക്കടില്ല, നിങ്ങളിവിടെ ഉണ്ടാണ്. തിരക്കടില്ല. അതുകൊണ്ടൊന്നും പോകൂല മുതലാളിമാരെ, അതുകൊണ്ടൊന്നും ചന്തിമല കയമ്പോണ്ടൊന്നും സ്വർഗത്ത് പോകൂല. ക്ലാസ് എടുത്ത മോലിയാരും പോകൂല, മുതലാളി പോകൂല. എന്റെ വാപ്പാന്റെ മുതലല്ലത്, ഇത് പടച്ചോന്റെ മുതല. ഇതിനാണ് മുസ്തഫ നബി വന്നത്. ഇവിടെ നന്നാകും. ഞാൻ ഈ നാട്ടിലെ മോശപ്പെട്ടവനാണ് എന്ന് വിചാരം, അതാണ് നന്നാകുക. മരിക്കാനൊരുങ്ങുകയാണ് ഇബ്നു മസ്ഊദ്. ഉറക്കപ്പാറ വലിയ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു പാവായിരുന്നു. മരിക്കാനൊരുങ്ങ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നിങ്ങളെ പോലെ ബാങ്ക് ബാലൻസ് ഒന്നുമില്ല, ഒരു പാവ മനുഷ്യനായിരുന്നു. മദീനത്തിൽ മനുഷ്യൻ ഉണ്ടായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മരിക്കണ ദിവസം കരിയ പൊട്ടി കരിയ. അപ്പോൾ 3ാം ഖലീഫ കയറി ചെന്നു സയ്യിദുനാ ഉസ്മാൻ. എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയണം? നിങ്ങൾ മരിച്ചാല് നിങ്ങളെ പെൺകുട്ടിയൊക്കെ ദാരിദ്ര്യം ഉണ്ടാവുന്ന പേടിച്ചിട്ടാണോ? എനിക്കങ്ങനെ പേടിയില്ല. എന്റെ പെൺകുട്ടിയൊക്കെ ദാരിദ്ര്യം ഉണ്ടാവും, അല്ലല്ലേ? എനിക്കൊരു പേടിയില്ല. എന്റെ പെൺകുട്ടികളോട് അല്ലാഹു തആല പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും അൽവാഖിഅ സൂറത്ത് ഓതാൻ എന്റെ പെൺകുട്ടികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അൽവാഖിഅ സൂറത്ത് എന്നും ഓതിയാൽ, ഒരു അടുക്കളയിൽ പണിയെടുക്കണ പെണ്ണിന് അൽവാഖിഅ സൂറത്ത് ഒരു പെണ്ണ് ഓതിയാൽ ആ പെണ്ണ് ഉള്ള അടുക്കളയിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല റസൂൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ പെണ്ണുങ്ങളോട് നിങ്ങൾ എന്നും അൽവാഖിഅ സൂറത്ത് ഓതാൻ പറയണമെന്ന് പുണ്യ റസൂൽ. ഒരടുക്കളയിൽ പണിയെടുക്കുന്ന ഒരു പെണ്ണ് അൽവാഖിഅ സൂറത്ത് ഓതിയിട്ടുണ്ടെങ്കിൽ ആ അടുക്കളയിൽ അവളുള്ള കാലത്തോളം ദാരിദ്ര്യം ഉണ്ടാവില്ലാണ് പുണ്യ റസൂൽ. മനസ്സിലായില്ലേ? അടുക്കളയിലെ ദാരിദ്ര്യം നീ കിട്ടാൻ നമ്മൾ ഓതിയ പോലെ ആരെന്നെ ഓതണം. നമ്മൾ വേറെ ആരെന്നെ ഓതണം.
അല്ലിമൂ നിസാ അങ്ങനെ ഹദീസ് അല്ലിമൂ നിസാഅകും സൂറത്തുൽ വാഖിഅ നിങ്ങൾ നിങ്ങളെ പെണ്ണുങ്ങൾക്ക് അൽ വാഖിഅ സൂറത്തിനെ പ്രത്യേകം പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പുണ്യ റസൂൽ. പെണ്ണ് ഒരു അടുക്കളയിൽ പണിയെടുക്കണ ഒരു പെണ്ണ് അൽ വാഖിഅ സൂറത്ത് ഓതിയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവൂല എന്ന് പുണ്യ റസൂൽ. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ, ഉസ്മാനെ എന്റെ കുട്ടികളോട് ഞാൻ പെൺകുട്ടികളോട് ഞാൻ അൽ വാഖിഅ സൂറത്ത് ഓതിയിട്ട് മതി അടുക്കളയിൽ കയറിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ അടുക്കളയിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. പിന്നെന്തിനാ നിങ്ങൾ കരുതി എന്റെ ദോഷമോർത്ത് കരയുകയാ. ആരാത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആരാണ് ഇബ്നു മസ്ഊദ്? അവ്വലു മൻ ജഹറ ബിൽ ഖുർആൻ, ലോകത്താദ്യമായി പരസ്യമായി ഖുർആനോടിയ മനുഷ്യനാണ് ഇബ്നു മസ്ഊദ്. ഇന്നിവിടെ ഒരു കുട്ടി ഖുർആൻ ഓതിയിട്ടുണ്ട്. ഇന്നിവിടെ ഒരു പരസ്യമായ ഒരു കുട്ടി ഖുർആൻ ഓതിയിട്ടുണ്ട്. ആ ഓതിയാൽ ആദ്യത്തെ ഒരു കൂലി ഇബ്നു മസ്ഊദ്. ദുനിയാവിൽ ഇപ്പോൾ ഈ ലോകത്ത് എത്ര ആൾ പരസ്യമായി ഖുർആൻ ഉണ്ടാവും? ഒരു കൂലി ഇബ്നു മസ്ഊദ്. കാരണം ആദ്യമായി ചെയ്ത ആൾക്കാണ് എന്നും ഒരു കൂലി ഉണ്ടാവും. കുറ്റം ചെയ്താലും അങ്ങനെ തന്നെ. മാമിൻ മഖ്തൂലിൻ ഇല്ലാ ലിബ്നി ആദമൽ അവ്വലി കിഫ്ലുൻ മിൻ ദമിഹി. ഈ ലോകത്ത് എപ്പോൾ ഒരു കൊലപാതകം നടന്നാലും ഒരു കുറ്റം ഖാബീലിനുണ്ടാവും. ലിഅന്നഹു അവ്വലു മൻ സന്നൽ ഖത്ല, ആദ്യമായി കൊലപാതകം ഉണ്ടാക്കിയത് അയാളാണ്. മനസ്സിലായില്ല? തിന്മ നന്മ അങ്ങനെ തന്നെയാണ്. തിന്മ നന്മ അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ഈ ലോകത്ത് എവിടെ ഒരു കൊലപാതകം നടന്നാലും, ഇപ്പൊ ഞാനൊരു പെൺകുണ്ണുങ്ങളെയും കുട്ടികളെയും ഒരുത്തന്നെ ഇവിടെ എന്ത് ചെയ്ത് വെള്ളത്തിലിട്ട് പറയും, ഇവിടെ അല്ലേ ഇവിടെ തണ്ണീരിട്ട് കൊന്നില്ലേ, അതിന്റെ ഒരു കുറ്റം ആർക്കുണ്ടാവും? ഖബീലുണ്ടാവും. കൊലപാതകം ആദ്യമായി ഉണ്ടാക്കിയത് അയാളല്ലേ, ഒരു കുറ്റം അയാൾക്ക്. ഖിയാമത്ത് നാൾ വരെ ഈ ദുനിയാവിൽ ഒരാൾ ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ ഒരു കൂലി ഇബ്നു മസ്ഊദിനാണ്. ഖിയാമത്ത് നാൾ വരെ കൂലി എത്ര ഉണ്ടാവും? ഖുർആൻ എന്നാൽ റമളാൻ അല്ലാത്ത കാലത്ത് ഒരക്ഷരം ഓതിയാൽ 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെയാണ്. റമളാനിൽ 700 ഇരട്ടി മുതൽ തുടങ്ങും. എത്രയേറെ അല്ലാതെ ഒരാൾക്ക് അറിയില്ല. എത്ര 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 നോക്കിങ്ങോട്ട് നാം എവിടെ നോക്കിയിരിക്കുന്നത് നോക്ക്. റമളാൻ അല്ലാത്ത കാലത്ത് ഒരായത്ത് ഓതിയാൽ 10 ഇരട്ടി മുതൽ ഒരക്ഷരം ഓതിയാൽ, റമളാൻ അല്ലാത്ത കാലത്ത് ഒരക്ഷരം ഓതിയാൽ 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ ഉണ്ടാവും. റമളാൻ അല്ലാത്ത കാലത്ത് റമളാനിൽ ഒരക്ഷരം ഓതിയാൽ 700 ഇരട്ടി മുതൽ തുടങ്ങും. എത്ര അല്ലാത്തവരൊക്കെ അറിയില്ല. അതാണ് ഖുർആൻ. അങ്ങനെയുള്ള ഖുർആൻ എത്രയാണ് ഇബ്നു മസ്ഊദിന് കൂലി ഉണ്ടാവുക? അതേ ഇബ്നു മസ്ഊദിനെ കൊണ്ടാണ് പുണ്യ നബി മോദിച്ചിട്ടുള്ളത്. എനിക്കൊന്ന് ഖുർആൻ ഓതി തരൂ ഇബ്നു മസ്ഊദ് എന്ന് പുണ്യ നബി. എനിക്കൊന്ന് ഓതിട്ടാ എനിക്ക് നിങ്ങളെ ഓത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനാണെന്ന് പുണ്യ റസൂൽ. ലാ ലാ വഖദ് കൈഫ അഖറഉ അലൈക വഖദ് ഉൻസില ഇലൈക യാ റസൂലല്ലാഹ്. അല്ലാഹു ഇറക്കി തന്നത് നിങ്ങൾക്കല്ലേ, ഞാൻ എങ്ങനെ ഓതിത്തരും? ഇല്ല, നിങ്ങൾ ഓതിത്തരണം. നിങ്ങളെ ഓത്ത് എനിക്ക് കേൾക്കാനാണ്. ഓതി 40 ആയത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴത്തെ റസൂൽ കരഞ്ഞു. എന്നായത്തോടിയപ്പോൾ അവിടുത്തെ അപ്പുറത്തോടാൻ ഇബ്നു മസ്ഊദിന് കഴിഞ്ഞില്ല. പൊട്ടിക്കരഞ്ഞു വീണു പുണ്യ നബി. റസൂലുള്ളാഹി ഓത്ത് കേട്ട് കരഞ്ഞു വീണു. അങ്ങനെയുള്ള ഓത്തുകാരനാണ് ഇബ്നു മസ്ഊദ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മരിക്കുന്ന നേരത്ത് അന്നത്തെ ദിവസം കരയുകയാ. എന്തിനാ കരയുന്നെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ചെയ്തു കൂട്ടിയ ദോഷമോർത്ത് കരയുകയാണ്. എന്താ ദോഷം? ഒന്നുമില്ല. നല്ല മനുഷ്യന്മാരുടെ നല്ല മനുഷ്യന്മാരിച്ചിട്ടൊന്നും ഞാൻ മോശമാണ്, മോശപ്പെട്ടവർക്കും നല്ലവനാണ്. പക്ഷെ നമുക്ക് ബോധം തരട്ടെ, തടിമക്ക് ബോധം കയറട്ടെ. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله
അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. എന്താ പറയുന്നത്? നമ്മൾ നന്നാവണം. നമ്മൾ നന്നായാലാണ് നന്നായിട്ടില്ലാന്ന് തോന്നുന്നത്. അതാണ് യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കിഹിം. ഇതാണ് ഖുർആനിന്റെ ലാഭം. അല്ലാഹുവിനുള്ള പേടി, പിന്നെ ആത്മാവിന്റെ സംസ്കാരം. ഈ ആത്മാവ് സംസ്കരിക്കപ്പെടുമ്പോൾ ആത്മാവിന് എപ്പോഴും തോന്നും ഞാൻ മോശമാണ്, നന്നായി തീർന്നാൽ തോന്നും ഞാൻ മോശമാണ്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ എന്നതിന്റെ കാര്യം. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറയാം. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. നല്ലോണം ശ്രദ്ധിക്കണേ. നമ്മൾ നന്നായിട്ട് അലക്കി, നന്നായിട്ട്. ഞാൻ രണ്ടാളെ നിങ്ങൾക്ക് ഉദാഹരണമായി പറഞ്ഞുതരാം. ചേറിൽ പണിയെടുക്കുന്ന ഒരാൾ, ചേറിലാണ് പണിയെടുക്കുന്നത്. ചേറാകെ ചളി, ചേറാകെ തടിയിലായിട്ടുണ്ട്, കന്ന് പൂട്ടുക. അതും നല്ല വെള്ളമുള്ള കർക്കിടകം ചിങ്ങമാസത്തിൽ പാടത്ത് കന്ന് പൂട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ എവിടെ ഇരിക്കാനും മടി ഉണ്ടാവില്ല. അവൻ പോത്തിന്റെ പുറത്ത് കയറിയിരിക്കും. പോത്തിന് പുറത്തും ചേറാ, പുതിയ ചേർന്ന് അവൻ ആകാറില്ല. മനസ്സിലായില്ല? അവൻ എവിടെയും കിടക്കും, വരമ്പത്തിരുന്നിട്ട് കഞ്ഞി കുടിക്കും. മനസ്സിലായില്ല? ശരി, ഞാൻ രണ്ടാമത്തെ ഒരാളെ പറഞ്ഞുതരാം. അയാൾ നല്ല വൃത്തിയായി അലക്കിയിട്ട് നല്ലൊരു വെള്ളം തോപ്പൊക്കെ ഇട്ട് പുറത്തിറങ്ങിയ ആളാണ്. അയാൾക്ക് ഓരോ ചവിട്ടിലാണ് ശ്രദ്ധിക്കും. കാരണം അയാൾക്ക് എപ്പോഴും പേടിയോ ചേറാവോ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇതൊരു ഉപമയാണ്. ഒരാൾ നന്നാകുമ്പോൾ അയാൾക്ക് നാശമാവണ പേടിയുണ്ടാവും. ഒരാൾ നാശത്തിലാവുമ്പോൾ പേടിയുണ്ടാവും, ഇനി പുതിയൊരു നാശം വരാൻ. അവൻ തോന്നു ചെയ്യുന്നല്ലോ, നമ്മളെ കാക്കട്ടെ. നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഒരു മനുഷ്യൻ നന്നാവുക, അതാണ് ഈ ഖുർആന്റെ ലക്ഷ്യം, അല്ലാതെ ഒന്നുമല്ല. അതാണ് അതാണ് മരിക്കുന്ന ദിവസവും കരയുന്നത്. ഇബ്നു മസ്ഊദ് എന്തിനാ കരഞ്ഞെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്റെ ദോഷമോർത്ത് കരയുകയാണ്. എന്താ ദോഷം? ഒന്നുമില്ല. ആരാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു? അങ്ങോട്ട് നോക്ക്, ആരാ ഇബ്നു മസ്ഊദ്? ഇബ്നു മസ്ഊദ് വളരെ മെലിഞ്ഞ മനുഷ്യനായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന്റെ കാല് പ്രത്യക്ഷമായി. മെലിഞ്ഞ മനുഷ്യനാ ഒരിക്കൽ, അതുകൊണ്ട് ശരീരമൊന്നും ആരും കാണാതെ വസ്ത്രമണിഞ്ഞ് നടക്കും സയ്യിദുനാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. പറ്റ മെലിഞ്ഞ മനുഷ്യനാ. ഒരിക്കൽ അദ്ദേഹത്തിന്റെ കാല് പ്രത്യക്ഷമായി. ഈ കാലിങ്ങനെ വെളിവായപ്പോൾ റസൂലുള്ള കൂട്ടത്തിലുണ്ട്, സ്വഹാബികളുണ്ട്. ഇദ്ദേഹത്തിന്റെ കാല് അത്രയും നൈസ, അത്രയും സ്കെൽറ്റാ. ഈ കാല് കണ്ടപ്പോൾ തഅജ്ജബു, കൂടുള്ള മനുഷ്യന്മാര് അത്ഭുതപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ തമ്മിൽ പറഞ്ഞു, ഇബ്നു മസ്ഊദിന്റെ കാല് കണ്ടില്ലേ, എത്ര ചെറിയ ഒരു കാല്. ഈ മനുഷ്യൻ എങ്ങനെയാണാവോ ജീവിച്ചു പോണത്, എത്ര ഒരു സ്കെൽറ്റായ മനുഷ്യൻ എന്നവർ തമ്മിൽ പറയാൻ തുടങ്ങി. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് പഴയ കാലത്താ, ഇതൊന്നും കണ്ടിട്ട് കരയുന്ന കാലം വേറെയാ, മരിക്കണ സമയത്താ കരയുന്നത്. ഇത് മുമ്പ് കഴിഞ്ഞതാ, റസൂലുള്ളാഹിന്റെ കാലത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആളുകൾ ഇങ്ങനെ അത്ഭുതപ്പെട്ടു, ഇത്ര ചെറിയൊരു കാലം കൊണ്ട് ഇങ്ങനെ ഈ മനുഷ്യൻ ജീവിക്കുന്നു. ഫഖാല നബിയു, അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലഹുമാ ഫിൽ മീസാനി അസ്ഖലു മിൻ ഉഹുദിൻ. മുഹമ്മദിന്റെ ആത്മാവ് ഏതൊരു റബ്ബാണോ കൈവശം വെച്ചിട്ടുള്ളത്, ആ റബ്ബാണ് സത്യം. ഈ രണ്ട് കാലുകളും അള്ളാന്റെ തുലാസിലിട്ട് തൂക്കിയാൽ അസ്ഖലു മിൻ ഉഹുദിൻ, ഈ കാലിന് ഉഹുദ് മലയേക്കാൾ ഭാരമാണ്. അള്ളാഹ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ധീരമായി നന്മ ചെയ്യാൻ വേണ്ടി ഖുർആൻ ഓതാൻ മഖാമ ഇബ്രാഹിം ഇന്ന് നിൽക്കുന്ന സ്ഥലത്തേക്കാണ് ഖുർആൻ ഓതാൻ വേണ്ടി കയറി ചെന്നത് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ്. ആ മഖാം ഇബ്രാഹിം, മക്കത്ത് പോയി മഖാം ഇബ്രാഹിം കാണുമ്പോൾ ആലോചിക്കണം, ആ സ്ഥലത്ത് വെച്ചാണ് ഓടിയത് സയ്യിദുനാ ഇബ്നു മസ്ഊദ്. അന്ന് മഖാം ഇബ്രാഹിം കഅബാലയത്തിന്റെ ഉള്ളിൽ പൂജിക്കപ്പെടുന്ന ബിംബമാണ്.
പിന്നീട് മക്ക ഫത്ഹ് ഉണ്ടായപ്പോൾ മഖാം ഇബ്രാഹിമിനെ പുറത്തേക്ക് വെച്ചതാണ്. മനസ്സിലാവണില്ലേ പറഞ്ഞത്? അക്കാലത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് മഖാഫിലേക്ക് ഖുർആൻ ഓതാൻ വേണ്ടി പോകുന്ന കാലത്ത് മക്കയിലെ ഭരണം ഖുറൈശികൾക്കാണ്. അവർ ആരാധിക്കുന്ന 300 ചില്ലാനം വിഗ്രഹങ്ങളിൽപ്പെട്ട വിഗ്രഹമായിരുന്നു മഖാം ഇബ്രാഹിം. അത് കഅബാലയത്തിന്റെ ഉള്ളിലാണ്. ഇന്ന് മഖാം ഇബ്രാഹിമിലേക്കുള്ള സ്ഥലത്ത് വെച്ചാണ് ഓതിയത് സയ്യിദുനാ ഇബ്നു മസ്ഊദ്. ഏതാ ഓതി? എന്ത് സൂറത്ത്? അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ഈ സൂറത്ത് ഓതിയപ്പോൾ ചിലർ അന്തിച്ചോടി വന്നു, ചിലർ ശത്രുത കൊണ്ട് ഓടി വന്നു. ഓടിയവരിൽ വന്നവരിൽ ശത്രുത കൊണ്ട് വന്നവരിൽ മുന്നിൽ അബൂജഹലായിരുന്നു ലഅനത്തുല്ലാഹി അലൈഹി. അടിച്ചു, വീഴ്ത്തി, രക്തമൊലിപ്പിച്ചു, ചെവി ഓട്ട തുളച്ചു. ബോധരഹിതനായി വീണു സയ്യിദുനാ ഇബ്നു മസ്ഊദ്. കാല് ചവിട്ടി മുറിച്ചു സയ്യിദുനാ ഇബ്നു മസ്ഊദ്. ഉറക്കപ്പറ സയ്യിദുനാ ഇബ്നു മസ്ഊദ്. ഈ കാലിന് പരിക്ക് പറ്റിയിട്ടുണ്ട് ഖുർആൻ ഓതാൻ പോയതിന്റെ പേര്. അതാണ് റസൂലുള്ള പിന്നീട് മദീന ജീവിതകാലത്ത് സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുക. എന്ത്? നിങ്ങൾ ഈ മനുഷ്യന്റെ കാലിന്റെ വണ്ണക്കുറവൊന്നും വിചാരിക്കണ്ട. ഈ കാല് അള്ളാഹുവിന്റെ കലാം ഓതിയതിന്റെ പേരിൽ ശത്രുക്കൾ ചവിട്ടി മുറിച്ചിട്ടുണ്ട്. ഈ കാലെങ്ങാനും അള്ളാഹുവിന്റെ തുലാസിലിട്ട് തൂക്കിയാൽ ലഹുമാ ഫിൽ മീസാനി അസ്ഖലു മിൻ ഉഹുദിൻ. ഈ കാലിന് ഉഹുദ് മലയേക്കാൾ ഭാരമുണ്ടാവും. അങ്ങനെയുള്ള മഹാനാണ് ഇബ്നു മസ്ഊദ്. ഈ മനുഷ്യൻ മരിക്കുന്ന നേരത്ത് കരയ, മരിക്കുന്ന ദിവസം കരയ, കട്ടിൽ പൊട്ടി കരയ. മൂന്നാമത്തെ ഖലീഫ കയറി വന്നിട്ട് ചോദിച്ചു, പേടിക്കണ്ട മക്കളെ ഞങ്ങൾ പോറ്റും, നിങ്ങൾ കരയണ്ട. അപ്പോൾ പറഞ്ഞു, മക്കളെ ദാരിദ്ര്യമോർത്തല്ല ഞാൻ കരയുന്നത്, പിന്നെന്തിനാ? അപ്പോൾ പറഞ്ഞു, എന്റെ ദോഷമോർത്ത് കരഞ്ഞു പോയതാണ് എന്ന് ഇബ്നു മസ്ഊദ്. പിന്നെ ഇനി നിങ്ങൾ പറയേ, നിങ്ങൾ പറയേ, ഇവിടെ ഞാൻ നല്ലോനാന്ന് പറയാൻ പറ്റിയ ഒരാളാരാ? പിന്നെ നമ്മൾ പറയാ വിചാരിക്കാൻ ഞാൻ ഇവിടുത്തെ നല്ലോനാ. അത് എന്റെ ഇന്ത്യ നാശം. പഠിച്ചോ നമ്മൾ നന്നാക്കി തരട്ടെ. മനസ്സിലാണെന്ന് പറയാം കുട്ടികളെ, അള്ളാഹു നമ്മൾ നന്നാക്കി തരട്ടെ. ഇത് കൽബിലൊക്കെ കയറ്റിയിട്ട് അതൊരു വെള്ളമായിട്ട് പറയല്ല വേണ്ടത്. ഇത് ഉള്ളിക്ക് കയറണം. ഇത് കയറുമ്പോ മനുഷ്യൻ തോന്നും, ഞാൻ മോശമാണ്, ഞാൻ മോശമാണ്, ഞാൻ മോശമാണ്. ചിന്തിക്കില്ല. ബഹുമാനപ്പെട്ട ബാഫക്ക് തങ്ങളെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ആളുകൾ താനൂരിൽ ബാഫക്ക് തങ്ങളെ വിമർശിച്ച് സംസാരിച്ചു. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് താനൂർക്കാർ, പഴമക്കാർ നേരിട്ട് പങ്കെടുത്ത വയസ്സന്മാർ എന്നോട് സംസാരിച്ച ഒരു കാര്യമാണ്. ഒരിക്കൽ താനൂരിൽ വയസ്സന്മാർ എന്നോട് സംസാരിച്ചൊരു കാര്യം പറയാം. ബാഫക്ക് തങ്ങളെ ആരോ വിമർശിച്ച് താനൂരിൽ വെച്ച് സംസാരിച്ചു അത്രേ. അതിന് മറുപടി പറയാൻ വേണ്ടി ബാഫക്ക് തങ്ങളെയും പൂക്കോയ തങ്ങളെയും അതിന് മറുപടി പറയാൻ വേണ്ടി അക്കാലത്തെ മുസ്ലിമീങ്ങൾ വലിയൊരു സമ്മേളനം ഉണ്ടാക്കി താനൂരിൽ. അതിലേക്ക് ഇവരെ രണ്ടാളും വിളിച്ചില്ല. കാരണം അവർ രണ്ടാളും വിമർശിച്ചതിന് മറുപടി പറയല്ലേ. അപ്പൊ അവരെ രണ്ടാളും വിളിച്ചില്ല. അങ്ങനെ യോഗം തുടങ്ങി. വലിയ ആൾക്കൂട്ടം. ബാഫക്ക് തങ്ങളെയും പൂക്കോയ തങ്ങളെയും വിമർശിച്ചല്ലേ മനുഷ്യന്മാർക്ക് വേദന ഉണ്ടാവില്ലേ? അതിന് മറുപടി പറയാ. യോഗം തുടങ്ങുന്നതിനിടയിൽ ഇങ്ങനെ അങ്ങോട്ട് കയറി വന്നു ഉത്തരേ സ്റ്റേജിലേക്ക്. കയറി വന്നപ്പോഴ ആളുകൾ കണ്ടത് സയ്യിദ് റഹ്മാൻ ബാഫക്ക് തങ്ങൾ. നേരെ വിളിക്കാതെ മൈക്കിന്റെ മുന്നിൽ നിന്നു പറഞ്ഞു, ഞാൻ അബ്ദുറഹ്മാൻ, അരിക്കച്ചവടക്കാരൻ അബ്ദുറഹ്മാനാണ്. അബദ്ധങ്ങൾ പലതും പറ്റും, ആർക്കും വിമർശിക്കാം. ഇന്നെ വിമർശിക്കാൻ വേണ്ടിയിട്ട് വിമർശിച്ചതിന് മറുപടി അറിയാൻ യോഗം ഉണ്ടാക്കരുത്. പിന്നെയോ, എന്റെ പൂക്കോനെ വിമർശിക്കാൻ പാടില്ല, അതെനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുപോയി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എങ്ങനെയുണ്ട് ഞാൻ തെറ്റുപറ്റു. ഞാൻ കോഴിക്കോട്ടെ അരിക്കച്ചവടക്കാരൻ അബ്ദുറഹ്മാൻ. ഇന്റെ അടുത്ത് തെറ്റുപറ്റു. എന്നെ വിമർശിച്ചതിന് മറുപടി പറയാൻ യോഗം ഉണ്ടാക്കി. പിന്നെ എന്റെ പൂക്കോയനെ ആരും വിമർശിക്കരുത്, എന്റെ പൂക്കോയനെ വിമർശിച്ച് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വേദിയിലിരുന്നു. ഇത് നല്ല മനുഷ്യന്മാരുടെ ആളാണ്. നമുക്ക് തോന്നുക നമ്മളെപ്പോഴും ബഹുമാനിച്ച് മതിയായിട്ടില്ല. നമ്മളെ കാണട്ടെ, നമ്മൾ നന്നാകണം മനുഷ്യന്മാരെ. ഇത് നന്നായ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് നന്നായ പോരെ പ്രശ്നം ഉണ്ടാവില്ല. ഇത് നന്നായ പള്ളി പ്രശ്നം ഉണ്ടാവില്ല. ഇത് നന്നായാൽ സ്കൂൾ പ്രശ്നം ഉണ്ടാവില്ല. ഇത് നന്നായാൽ ഒരു സ്ഥലത്ത് പ്രശ്നം ഉണ്ടാവില്ല, നാട്ടിലുണ്ടാവില്ല, ഒന്നിനുണ്ടാവില്ല.
ഇത് നന്നാകാതെ ഇരുന്നാലോ എന്തൊക്കെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, ഇതൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒറ്റ കാര്യമില്ല. അതാണ് യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. ഹിക്മത്ത് കിട്ടിയവർക്ക് തസ്കിയത്ത് കിട്ടും. ഹിക്മത്ത് കേവലം ഇൽമല്ല, ഇൽമുൻ ഫീഹി ഖശിയത്തുല്ലാഹ്. അല്ലാഹുവിനെ ഭയപ്പെടണം എന്ന ഇൽമിനാണ് ഹിക്മ എന്ന് പറയാ. അത് ഉള്ളിൽ കേറിയ തസ്കിയത്ത് ഉണ്ടാവും. അത് കേറാത്തത് കൊണ്ടാണ് നമുക്ക് തസ്കിയത്തില്ലാത്തത്. ഇൽമു മുഴുവനും നല്ലതല്ല. ഇൽമിൽ അല്ലാഹുവിനെ പേടിക്കണം എന്ന് ഉള്ളിൽ കേറ്റുന്നത് കൊണ്ട് കേറ്റാത്തതുകൊണ്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. അത് കേറ് ഇൽമിന്റെ മോശമല്ല, ആ നഫ്സിലേക്ക് കേറിയില്ല. നിങ്ങളെ ചിന്തിക്കണം. പൊട്ടിക്കരഞ്ഞ് നടക്കാം മദീനയിലൂടെ ഒരു മനുഷ്യൻ. എന്താ മനുഷ്യന്റെ പേര്? സിദ്ദീഖ്. കണ്ടോരോടൊക്കെ പറയാ അബൂബക്കർ മുനാഫിഖാ, അബൂബക്കർ മുനാഫിഖാൻ, അബൂബക്കർ മുനാഫിഖാൻ. ആരാ പറയുന്നത്? സിദ്ദീഖുൽ അക്ബർ. വർക്കപ്പറ സിദ്ദീഖുൽ അക്ബർ, വർക്കപ്പറ സിദ്ദീഖുൽ അക്ബർ. കണ്ടവരോടൊക്കെ പറയാം അബൂബക്കർ മുനാഫിഖാണ്. ജനങ്ങളെ, നിങ്ങളെ റസൂലുള്ളാഹിന്റെ കൂടെ നടക്കുകയാണ് അബൂബക്കർ. പക്ഷേ അബൂബക്കറിന്റെ ഉള്ളിലേക്കൊന്നും കേറിയിട്ടില്ല. അബൂബക്കർ മുനാഫിഖാൻ. റസൂലുള്ളാഹിന്റെ അടുത്ത് എന്നപ്പോൾ നബിയോട് പറഞ്ഞു, നബിയേ എന്റെ ഉള്ളിൽ നന്നായിട്ടില്ല, മോശം. എന്തേ അങ്ങനെ പറഞ്ഞു? അപ്പോൾ പറഞ്ഞു, നബിയേ നിങ്ങൾ അടുത്ത് കരച്ചിൽ വരും, നല്ല സ്വഭാവം. ഇവിടുന്ന് പോയി പുരരെത്തിയാൽ ഭാര്യ കുട്ടികളുടെ അടുത്തേക്ക് ചെന്നാൽ പിന്നെ ആ കരച്ചിലും ഒന്നും ഓർമ്മയില്ല, ചിരിയും തമാശയും. അപ്പൊ നിങ്ങളടുത്തൊരു സ്വഭാവം, പുറത്തു പോയ വേറൊരു സ്വഭാവം, തന്നെയല്ലേ മുനാഫിഖ്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അതുകൊണ്ട് മുനാഫിഖാവൂല, നീ പേടിക്കണ്ട. ലൗ ദുംതും അലാ മാ കുൻതും ഇൻദി ലസാഫഹതുകുൽ മലായിക ഫിത്തുറുഖി വൽ അസ്വാഖ്. നിങ്ങൾ എന്റെ അടുത്തിരിക്കുന്ന അതേ പരുവത്തിൽ എപ്പോഴും പെരുമാറാൻ കഴിഞ്ഞാൽ പിന്നെ മലക്കുകൾ ഭൂമിയിൽ ഇറങ്ങി വന്ന് നിങ്ങൾക്ക് മുസാഫഹത്ത് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളിൽ ഇടയ്ക്ക് അല്ലാഹു ചേഞ്ച് ഉണ്ടാക്കുന്നതാണ്. ആ ഹദീസ് ശ്രദ്ധിച്ചോ? മനസ്സിലായില്ല? ഭയങ്കര വാക്ക റസൂലുള്ളാഹി പറഞ്ഞു. സിദ്ദീഖ് പറയാ, എനിക്ക് നിങ്ങളടുത്തിരുന്ന കരച്ചിലോട് കരച്ചിൽ, നരകത്തിനെ ഓർത്തും സ്വർഗത്തിനെ ആലോചിച്ചു. ഇവിടുന്ന് പോയാൽ പിന്നെ എനിക്ക് നല്ല ഭാര്യ, കുട്ടികൾ, സ്ഥിരിയും കളിയും തമാശയും. ഇതന്നല്ലേ ഞാൻ മുനാഫിക്കല്ല, നിങ്ങളടുത്തൊരു സ്വഭാവം, പുറത്ത് വേറെ സ്വഭാവം. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞില്ല, അതുകൊണ്ട് മുനാഫിക്കാവില്ല. പിന്നെ സിദ്ദീഖേ അങ്ങനെയൊക്കെ വേണ്ടി വരും, പുറത്തിറങ്ങിയാൽ വേറെ ചേഞ്ചൊക്കെ വേണം. എന്തുകൊണ്ട്? ലൗ ദുംതും അലാ മാ കുൻതും ഇൻദി ലസ്വാഫഹതുകുൽ മലായികതു ഫിത്തുറുഖി വൽ അസ്വാഖ്. നിങ്ങൾ നിന്റെ അടുത്തുള്ള അതേ അവസ്ഥയിലാണ് അങ്ങാടിയിലും റോട്ടിലൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ മലക്കുകൾ മനുഷ്യരൂപം പൂണ്ട് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് മുസാഫഹത്ത് ചെയ്യലൊരു പണിയോ? മനസ്സിലാവുണ്ട് പറഞ്ഞത്? അതുകൊണ്ട് അപ്പോൾ അള്ളാഹു അത് വേണ്ട പാടില്ലല്ലോ. പിന്നെ മലക്കൾക്ക് എപ്പോഴും പണി മനുഷ്യരൂപം പൂണ്ട് വന്ന നിങ്ങൾക്ക് പറ ഷെയ്ക്കാൻ നിങ്ങൾക്ക് കൈ തന്നെ പണിയായിരിക്കും. അത് ഒരു പണിയോ? അപ്പൊ അള്ളാഹു നിങ്ങൾക്ക് ചെറിയ ചേഞ്ച് ഉണ്ടാക്കുന്നതാണ്. നിന്റെ അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്വഭാവം, പുറത്തൊരു ചിരിയും കളിയൊക്കെ സ്വാഭാവികമായും വേണം. ഇതേ അവസ്ഥയിൽ നിങ്ങൾ അവിടെ എത്തിയാൽ അവിടെ നിന്നിരുന്നാൽ പിന്നെ നിങ്ങളെ മലക്കൾ എന്ത് ചെയ്യും? പറ. മുസാഫത്ത് ചെയ്യാൻ എപ്പോഴും ഇറങ്ങി വരേണ്ടി വരും. അപ്പൊ ഇവിടെ ഒരു പണിയും നടക്കൂല. എവിടെയും മലക്കൾ മുസാഫത്ത് ചെയ്യുന്ന പണി മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങുമ്പോൾ അള്ളാഹു ഒരു ചേഞ്ച് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് മുനാഫിഖാവൂലാന്ന് പുണ്യ റസൂൽ. എത്ര വലിയ വാക്കാ! ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കി. നിങ്ങൾ ചിന്തിച്ചു. ആ ജനതയുടെ പേര് ഒന്നാം പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളോട് തന്നെ പറഞ്ഞു എന്റെ ഓർമ്മ. ആ ജനതയുടെ പേര് ഖൗമുൻ ബക്കാഊന. നിങ്ങളോടല്ലേ പറഞ്ഞത്? ഖൗമുൻ ബക്കാഊന, അള്ളാഹനെ പേടിച്ച് എപ്പോഴും കരഞ്ഞിരുന്ന ജനത. ആര്? സ്വഹാബികൾ. എന്താ അവരെ പറയാ? ഖൗമുൻ ബക്കാഊന, അവരെപ്പോഴും കരഞ്ഞ ജനതയാണ്. ഖൗമുൻ ബക്കാഊന, അവരെപ്പോഴും പൊട്ടിക്കരഞ്ഞ ജനതയായിരുന്നു. എപ്പോഴും കരഞ്ഞുകൊണ്ട് അല്ലാഹു നമ്മെ നന്നാക്കട്ടെ. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കണം, നമുക്ക് മാറ്റം ഉണ്ടാവണം. ഞാൻ നന്നാകണം എന്ന് എനിക്ക് തോന്നണം. എന്നെ കൊണ്ടൊരു കുഴപ്പമുണ്ടാവരുത്, ഞാൻ നന്നാവണം. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഓടണം. പൊരുത്തം കിട്ടണം, അപ്പോഴേ സ്വർഗം കിട്ടും. പൊരുത്തം കിട്ടാതെ സ്വർഗം കിട്ടൂല. പൊരുത്തം പാടും. സ്വർഗം പറഞ്ഞടുത്ത് മുഴുവനും പറഞ്ഞത് പൊരുത്തമാണ്.
പൊരുത്തം കിബറുള്ളവന് കൊടുക്കുകയില്ല. കിബറുള്ളവൻ എന്റെ ശത്രുവാണ്. കിബർ എന്റെ വസ്ത്രമാണല്ലോ. എന്റെ വസ്ത്രം പിടിച്ചു വലിക്കുന്നവനോട് ഞാൻ ശത്രുതയിലാണെന്ന് അള്ളാഹു പറയുകയാണ് എന്ന് പുണ്യനബി. ഒരു അലങ്കാര ഭാഷയാണ് അവിടെ പറഞ്ഞത്. അൽ കിബ്രിയ ഉരിദാഇ, കിബർ എന്റെ വസ്ത്രമാണ്. അള്ളാഹു പറഞ്ഞു എന്റെ വസ്ത്രം ആരും പിടിച്ചെടുക്കാൻ നോക്കണ്ട. എന്റെ വസ്ത്രമാണ് എന്ത് കിബർ. എന്റെ സ്വന്തം കുപ്പായാണ്. ആ കുപ്പായ ഒരാള് അണിയാൻ നോക്കിയാൽ അതെനിക്ക് ദേഷ്യം വരില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഭയങ്കര വാക്ക. അള്ളാഹ് പറയണ്ട അൽ കിബ്രിയ ഉരിദാഇ, എന്റെ വസ്ത്രമാണ് എന്ത് പറ. കിബർ എന്റെ വസ്ത്രം, എന്റെ മേൽ വസ്ത്രമാണ്, തൊടാൻ പാടില്ല. എന്റെ വസ്ത്രം ഒരാൾ എടുക്കരുത്. എന്റെ വസ്ത്രം കിബറാണ്. അവനാന്റെ സ്വന്തം വസ്ത്രം. ഞാനിവിടെ വയറിന് പറയാൻ വേണ്ടി വന്ന് ഈ തോപ്പൊക്കെ ഇട്ട് അങ്ങനെ അലക്കി കുളിപ്പിച്ച് അലക്കി ഭംഗിയാക്കി തേച്ച് കൊണ്ടുവന്ന് തൂക്കി. പിന്നെ കക്കൂസ് പോവാണ്ടി ഇതൊരു കാണിമൽ ആ കലണ്ടറൊക്കെ നാണിമൽ തൂക്കി. പിന്നെ അന്ന് കക്കൂസ് പോയി ഒതുകൊടുത്ത് വന്നുതരാൻ വേണ്ടി വന്നപ്പോണ്ട് പിന്നെ വന്ന് നോക്കുമ്പോണ്ട് ഷാവുലോ അല്ലെങ്കിൽ വേറെ ഒരുത്തനോ ഒന്നിട്ട് ഇതോട്ട് മൂപ്പര് ഇങ്ങനെ നിൽക്കണം. അന്ന് ഇവിടെ എന്താ നടക്കുക? പക്ഷെ എന്താണ് എന്നെ കുതിരയാക്കുന്ന ചോദിക്കൊല്ലേ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നമ്മളെ ഒരു വസ്ത്രമാണ്. അത് കേവലം വസ്ത്രമല്ല, ഇതൊരു സ്ഥാനത്ത് ഒരു ഇൽമ പറയുമ്പോൾ അണിയന്റെ വസ്ത്രമാണ്. അല്ലാഹു തആല അതനുസരിച്ച് നമ്മളെ ഉള്ളു നന്നാക്കി തരട്ടെ. അതാ അത് ഒരാളിട്ടാൽ അതിന് ആ ആൾക്കനുസരിച്ച് അതിനൊരു അലങ്കാരം ഉണ്ടാവും. വേറൊരുത്തനിട്ടാൽ അത് മെമ്മറിക്കറിയാവും. മനസ്സിലായില്ല? ഒരുത്തനിട്ടാൽ അത് കാളേരിട്ടാൽ അതനുസരിച്ച് ഒരു നന്മ ഉണ്ടാവും. നേരെ മറിച്ച് അത് കാളേരെ കമ്പൗണ്ടറാണ് ഇടണമെങ്കിലും മനസ്സിലായില്ല, അത് മിമിക്രിയാണ്. കാളേര് വരുന്ന നേരത്ത് കാളേരെ ചെരുപ്പ് തുടക്കണ ആള് കാളേരെ ബോട്ട് ഇങ്ങനെ എങ്കിൽ ആദ്യം ഓനെ പിരിച്ചു വിട്ടിട്ടേ അന്ന് നടക്കുള്ളൂ. ചിന്തിക്കണം. കിബർ എന്റെ വസ്ത്രമാ, എന്റെ സ്ഥാന വസ്ത്രം കിബറാണെന്ന് അള്ളാഹു പറയുന്നതായി പുണ്യ റസൂൽ. അതാണ് ഒഴിവാക്കണം. എന്താണ് കിബർ എന്ന് മുസ്തഫ നബിയോട് ചോദിച്ചു. നബി എന്താ ഈ കിബർ? അത് നല്ല വാച്ചിട്ടലല്ല, നല്ല ചെരുപ്പിടലോ അല്ല. ചെരുപ്പും വാച്ചൊക്കെ നന്നാക്കണം അവനാന്റെ പൈസക്കനുസരിച്ച്. വാഹനം നന്നാക്കാം അവനാന്റെ പൈസക്കനുസരിച്ച്. ഇന്നല്ലാഹു യുഹിബ്ബു അൻ യറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി. ഒരു അബ്ദിന് അല്ലാഹു ഒരു നിഅമത്ത് ചെയ്തു കൊടുത്താൽ ആ നിഅമത്ത് അനുസരിച്ചുള്ള അടയാളം ആ അബ്ദിൽ കാണാൻ അല്ലാഹുക്ക് ഇഷ്ടമാണ് എന്ന് പുണ്യ റസൂൽ. ഒരാൾക്ക് നല്ല പണമുണ്ട്, സൗകര്യം ഉണ്ടെങ്കിൽ നല്ലൊരു വീട് വെച്ച് അതിന് അല്ലാഹുക്ക് ഒരു വിരോധമല്ല. നല്ല വസ്ത്രം വാങ്ങി ഒരു വിരോധമല്ല. ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു തആല യുഹിബ്ബു അല്ലാഹു ഇഷ്ടപ്പെടുന്നു അസറ നിഅമതിഹി അലാ അബ്ദിഹി. ഒരു അബ്ദിന് അല്ലാഹു ഒരു നിഅമത്ത് ചെയ്തു കൊടുത്താൽ അതിന്റെ അടയാളം ആ അബ്ദിൽ കാണുന്നത് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. ചെരുപ്പ് പൊട്ടിയ നല്ലൊരു ചെരുപ്പ് വാങ്ങി, നല്ല വസ്ത്രം വാങ്ങി, ഇതൊക്കെ അല്ലാഹുക്ക് വലിയ ഇഷ്ടം. ഇപ്പൊ നല്ല ചെരുപ്പ് മാറ്റലോ വസ്ത്രം മാറ്റലോ അല്ല കിബർ. പിന്നെ എന്താണ് കിബർ നബിയെ എന്ന് പുണ്യ റസൂലിനോട് അപ്പോൾ പറഞ്ഞു, കിബർ എന്നാൽ രണ്ട് കാര്യത്തിൽ അത് സ്ഥിരമാണ്. ബത്റുൽ ഹഖി, സത്യത്തെ മൂടി വെക്കുക. അങ്ങനെയാണ് സത്യത്തെ ഇടിച്ചു താഴ്ത്തുക, സത്യത്തെ മൂടി വെക്കുക. ജനങ്ങളെ നിസാരപ്പെടുത്തുക. സത്യം മൂടി വെക്കാൻ ശ്രമിക്കുക. താനല്ലാത്തവനെ നിസാരപ്പെടുത്തുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മെ കാക്കട്ടെ. മുഅ്മിനീങ്ങളെ, അല്ലാഹുവാണ് കിബറുള്ളവൻ. അത് ഒരാൾ തൊടാൻ പാടില്ലാത്തതാണ്. അപ്പൊ ഇവിടെ മലീമസമായ മനസ്സിന്റെ ശുദ്ധത, അതാണ് ഖുർആന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലാഭം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമ്മെ അമ്മയ്ക്കുന്നോട് ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് ആ ജനത അങ്ങോട്ട് നന്നായി, അവർ നന്നായി. അവർ അങ്ങനത്തെ മനുഷ്യന്മാരായി. അവരാരുടെ മുന്നിലും വിനയം കാണിച്ചു. അസ്ഹാബുൽ മുസ്തഫ ഖുർആൻ അവർക്ക് നടത്തിയ പരിവർത്തനം,
അവരെ ആരെയും ബഹുമാനിച്ചിരുന്നു. പെണ്ണിനെ, പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ജനതയായിരുന്നു. പെണ്ണിനെ ഒരു പൊതുവസ്തുവിനെ പോലെ എല്ലാവരും ഉപയോഗിച്ചിരുന്നു. ആ ജനതയിലേക്ക് ഖുർആൻ വന്നപ്പോൾ വന്ന പരിവർത്തനം എത്രയാ? അവർ പെണ്ണിനെ ബഹുമാനിക്കാൻ തുടങ്ങി. പെണ്ണിനെ മാന്യന്മാര് മാത്രമേ പെണ്ണിനെ ബഹുമാനിക്കുകയുള്ളൂ പുണ്യ റസൂൽ. ഖുർആന്റെ ജനത എപ്പോഴും പെണ്ണിനെ ബഹുമാനിക്കും എന്ന് പുണ്യ റസൂൽ. കേൾക്ക് 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 പുണ്യ റസൂൽ. പെണ്ണിനെ ചീത്ത പറയാനില്ല വേണ്ട, അവൾ നല്ല വാക്ക് പറഞ്ഞ് ഉപദേശിക്കുക. കുടുംബ ജീവിതത്തിൽ വന്ന പരിവർത്തനാണ് ഞാൻ ഈ പറയുന്നത്. എന്താണ് സൊസൈറ്റിയിൽ അത് കൊണ്ടുവന്ന പരിവർത്തനം? എന്ത്? ജബലുന്നൂറിന്റെയും ജബൽ അബീ ഖുബൈസിന്റെയും താഴ്വരയിൽ ജീവിച്ചിരുന്ന മക്കക്കാരുടെ വീട്ടിന്റെ ഭാഗത്ത് നിന്ന് കിളച്ച് പരിശോധിച്ചാൽ എത്രയോ നൂറുകണക്കായ പെൺകുട്ടികൾ, തലയോട്ടികൾ കിട്ടും. അതിന്റെ എല്ലിന്റെ അവശിഷ്ടങ്ങൾ ലഭിക്കും. അവർ കുഴിച്ചു മൂടിയതായിരുന്നു. പെണ്ണിന് യാതൊരു വിലയും അവർ കൽപ്പിക്കാറുണ്ടായിരുന്നില്ല. പെണ്ണൊരു പൊതുവായ വസ്തുവിനെ പോലെ ഉപയോഗിച്ചിരുന്നു. ഒരു കച്ചവടക്കാരനായ അറബി കച്ചവടത്തിന് പോയ തിരിച്ചു വരുന്ന നേരത്ത് വീട്ടിന്റെ പരിസരത്ത് വെച്ച് അന്വേഷിച്ചിരുന്നത്രേ, എന്റെ വീട്ടിൽ ആരെങ്കിലും പാർപ്പ് തുടങ്ങിയിട്ടുണ്ടോ? അപ്പോൾ ഉടൻ വിവരം കിട്ടിയാൽ അവൻ വേറൊരു വീട്ടിലേക്ക് കയറും. അത് ആ രീതിയായിരുന്നു. പെണ്ണിന് വിലയില്ല. ആ ജനതയിലേക്കാണ് ഖുർആൻ വന്നത്. വന്ന പരിവർത്തനം എത്രയാ! ഖുർആൻ കൊണ്ടുവന്ന മനുഷ്യൻ തന്റെ ഭാര്യയോട് അനുവർത്തിച്ച രീതി എത്രയാ! രാവിലെ ആടിനെ കറന്നു വരും പുണ്യനബി. നിങ്ങൾ ചിന്തിക്കുക, ആടിനെ കറക്കുന്നത് പുണ്യനബിയാണ്, ഭാര്യയല്ല, പുണ്യനബിയാ. വീട്ടിൽ നബി ഉണ്ടെങ്കിൽ ആടിനെ കറന്നിരുന്നത് പുണ്യനബിയാണ്. പുണ്യ റസൂൽ. പുണ്യ റസൂൽ. ഞാൻ ഈ ഹദീസ് ആദ്യം പഠിച്ചപ്പോൾ മനസ്സിൽ ചിന്തിച്ചിരുന്നു, ഉസ്താദ്മാര് പറഞ്ഞിട്ടല്ല, മനസ്സിൽ ചിന്തിച്ചിരുന്നു. റസൂലുള്ള ആടിനെ ആയിഷ ബീവി ചായ ഉണ്ടാക്കിയായിരിക്കും അങ്ങനെ ചിന്തിച്ചിരുന്നു. പിന്നെയാണ് മനസ്സിലായത് ഇന്നത്തെ ചായ എന്ന ഒരു പാനീയം പോവും രീതിയും ആ കാലത്ത് ഇല്ല. പിന്നെന്താ? ആടിനെ കറക്കുക, കുടിക്കുക. അപ്പൊ ആയിഷ ബീവിക്കോ ഒരു പണിയില്ല. വീട്ടിൽ ഉണ്ടെങ്കിൽ കാര്യമായ പണി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പുണ്യ റസൂൽ. ലോകം കണ്ട നേതാവ് കുടുംബത്തിൽ വന്നാൽ എല്ലാ ജോലികളിലും കാര്യമായി മുഴുകിയിരുന്നു. കുടുംബത്തിൽ വന്ന മാറ്റം നിങ്ങൾ ചിന്തിച്ചു. അറബികൾ പൊതുവെ പൊരയിൽ പണിയും എടുക്കുമായിരുന്നില്ല. അവരിലേക്ക് ആ പുണ്യ റസൂൽ വന്നത്. ഉറക്കപ്പറ പുണ്യ റസൂൽ വന്നത്. നേരം വെളുത്താൽ ആദ്യം റസൂൽ ആടിനെ കറക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് കൊണ്ടുവരും. എന്നിട്ട് ഭാര്യയുടെ അടുത്തേക്ക് വരും. ഭാര്യയോട് പറയും, ഇശ്റബി കുടിക്ക്. ആയിഷ ബീവി പറയുകയാ, നബി കുടിച്ചിട്ടുണ്ടാവില്ല, എനിക്ക് നിറഞ്ഞ പാത്രം തരും, ഇശ്റബി കുടിക്ക ആയിഷ എന്ന് പറയും. ഞാൻ ആ പാത്രം വാങ്ങും, എന്റെ ചുണ്ടിലേക്ക് അടുപ്പിച്ച് കുടിക്കുന്നത് കൗതുകത്തോടെ റസൂലുള്ളാഹി നോക്കി നിൽക്കും. അങ്ങനെ നോക്കി നിൽക്കും. ഞാൻ എപ്പോഴും ആലോചിക്ക് പോകാറുണ്ട്, സത്യത്തിൽ ആയിഷ ബീവി അഹ്ലു ബൈത്തല്ല, അഹ്ലു ബൈത്തിന്റെ ഉപ്പയാണ് പുണ്യ റസൂൽ. ബർക്കത്തായ ചുണ്ട് റസൂലുള്ളാഹിന്റെ ഉണ്ടാ? മനസ്സിലായില്ല. ബർക്കത്തിന് വേണ്ടി ആദ്യം ആർക്ക് കുടിക്കാം? നിങ്ങളെന്താ മനുഷ്യന്മാരെ ഉറങ്ങുന്നത്? മനസ്സിലായില്ലേ? ബർക്കത്തിന് വേണ്ടിയെങ്കിലും ആദ്യം ആർക്ക് കുടിക്കാം? റസൂലുള്ളാഹി കുടിച്ചിട്ട് പിന്നെ ബർക്കത്തിന് ഞാൻ ലേശം കുടിച്ചിട്ടുണ്ട്, ഞാൻ ബാക്കി കുടിച്ചു. അങ്ങനെയല്ല, ഭാര്യയോട് പെരുമാറേണ്ട രീതി അങ്ങനെയാണ്. ബർക്കത്തുള്ള മനുഷ്യനും ഭാര്യയുടെ മുന്നിൽ ഭർത്താവാ. ഭാര്യ ആടിനെ കൊണ്ടുവന്ന് കറന്നു കൊണ്ടുവരും. എന്നിട്ട് ആയിഷ കുടിക്കും. ഞാൻ ആ പാത്രം വാങ്ങും. ഞാൻ ചുണ്ടോണ്ട് അടുപ്പിക്കുന്ന വലിയ കൗതുകത്തിൽ നോക്കി നിൽക്കും. ഞാൻ ചുണ്ടെന്നെടുത്താൽ പിന്നെ പറയും, ഇശ്റബി കുടിച്ചോണ്ട് കുടിക്കുക ആയിഷ. പിന്നെ ഞാൻ കുടിക്കും. എന്റെ മതി വന്നാ, എനിക്ക് ആവശ്യം വന്നാ ഞാൻ റസൂലുള്ളാഹിക്ക് നൽകും. കൗതുകത്തോടെ ബാക്കിയുള്ള പാല് വാങ്ങും. നബി അത് കുടിക്കും. നബി ആ പാത്രം ഇങ്ങനെ ചുറ്റിക്കും.
ഞാൻ നബിക്ക് ആ പാത്രം കൊടുത്താൽ നബി ഒന്നിങ്ങനെ പാത്രം ഒന്നിങ്ങനെ ചുറ്റിക്കും. എന്തിനാണ്? നബി അന്വേഷിച്ച് നോക്കുകയാണ്. അലാ മൗളിഇ ഫിയ, എന്റെ ചുണ്ട് വെച്ച ഭാഗം തന്നെ കിട്ടാൻ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നബി പെണ്ണുങ്ങളെ കുഴിച്ചിട്ടിരുന്ന ജനതയിലേക്ക് ഖുർആൻ വന്നപ്പോൾ ആ നേതാവ് കാണിച്ചു കൊടുത്ത പരിവർത്തനമാണ് ഈ പറഞ്ഞത്. നബി ആ പാത്രം ഒന്നിങ്ങനെ ചുറ്റിക്കും. ഞാൻ പാല് കുടിച്ചു കൊടുത്ത പാത്രം നബി ഒന്നിങ്ങനെ ചുറ്റിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? എങ്ങനെ ചുറ്റിച്ചിട്ട് എന്തിനാ നബി അങ്ങനെ ചുറ്റിക്കുന്നത്? നബിക്ക് എൻ്റെ ചുണ്ട് വെച്ച ഭാഗം തന്നെ കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞാലോ റസൂലുള്ള എന്ത് ചെയ്യും? നബിയുടെ ചുണ്ടിൽ വെക്കും. എന്റെ വായ വെച്ച സ്ഥലത്ത് മാത്രമേ നബി വായ വെച്ച് കുടിക്കാറുള്ളൂ. എന്റെ ഉമ്മിനീരിനോട് പോലും നബിക്ക് വലിയ ഇഷ്ടമാണ് എന്ന് ഉമ്മുനായിഷ. എന്താ വേണ്ടത്? അതാണ് ഖുർആൻ കൊണ്ടുവന്ന പരിവർത്തനം. ഖുർആൻ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാവില്ല. ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കും, ഭാര്യ ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യും. പ്രയോഗങ്ങൾ പോലും അവർ തമ്മിലുള്ള വിളി, പ്രയോഗം, സംസാരം, ആ വാക്ക് പോലും വളരെ മനോഹരമായിരിക്കും. ചിന്തിക്കും. പുണ്യ റസൂൽ, പുണ്യ റസൂൽ, ഉറക്കപ്പറ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്രയും വലിയ ഭാര്യമാരോട് എങ്ങനെ അനുവർത്തിക്കണമെന്ന രീതി ഹബീബായ നബി പഠിപ്പിച്ചു, പറയുകയും ചെയ്തു. മാ അക്രമഹ ഇല്ലാ കരീം, പെണ്ണുങ്ങളോട് മാന്യത കാണിക്കുന്നവർ മാത്രമേ മാന്യനാവുകയുള്ളൂ. വമാ ലഅവമഹ ഇല്ലാ ലഈം, പെണ്ണിനെ മോശപ്പെട്ടവർ മാത്രമേ ആക്ഷേപിക്കുകയുള്ളൂ എന്ന് പുണ്യ റസൂൽ. പെണ്ണിനെ ആക്ഷേപിക്കുന്നവനാണെങ്കിൽ അള്ളാന്റെ റിക്കാർഡിൽ അവൻ മോശപ്പെട്ടവനായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാവും എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഭക്ഷണമൊക്കെ കുറവാണ്, പക്ഷെ ഭയങ്കര സന്തോഷമായിരുന്നു വീട്ടിൽ. പിന്നെന്തിനാ ഭക്ഷണം? ഭക്ഷണം ചിലപ്പോൾ ദിവസങ്ങളൊന്നും ഉണ്ടാക്കില്ല, പക്ഷെ നിറഞ്ഞ സന്തോഷമാണ് ആ വീട്ടിൽ. നമ്മളെ വീട്ടിലോ ഭക്ഷണം ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ സന്തോഷം സമാധാനമില്ല. റസൂലുള്ളാഹിയുടെ വീട്ടിൽ ഭക്ഷണമൊക്കെ കുറവാണ്. പുണ്യ റസൂൽ وشد من ثغب أشاه وطوى تحت الحجارة كشحا مترف الأدم وراودته الجبال الشم من ذهب عن نفسه فأراها أيما شمم يصلي وسلم على حبيبك خير الخلق كلهم. വിശപ്പ് കാരണം വയറ് കെട്ടിയിട്ടാ ജീവിച്ചിരുന്നത്, പക്ഷെ പോരേല് സന്തോഷം. ഹഫ്സാബിയും റസൂലുള്ളയും സന്തോഷിച്ച് കഴിയുന്നിടത്തേക്ക് കയറി വന്നു സയ്യിദുനാ ഉമർ. ഹഫ്സാബിയുടെ ബാപ്പയാണ് ആര്? ഉമർ റളിയല്ലാഹു അൻഹു. ഭാര്യയും ഭർത്താവും നല്ല സന്തോഷിച്ച് കഴിയുന്ന വീട്ടിലേക്ക് അമ്മോഷാക്ക കയറി വന്നു സയ്യിദുനാ ഉമർ. വീട്ടിന്റെ രീതികൾ കണ്ടിട്ട് തോന്നി, അപ്പൊ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഉള്ളിൽ കയറി സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ കയറി നോക്കുമ്പോൾ അന്നല്ല, ദിവസങ്ങളായി അവിടെ ഭക്ഷണം ഉണ്ടായിട്ടില്ല. അതിങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ ഒന്നും അവിടെ ഭക്ഷണമില്ല, ഒന്നുമില്ല. അപ്പോൾ പിന്നെ കാര്യമായി പരിശോധിച്ചു സയ്യിദുനാ ഉമർ. ഒരു ഉണങ്ങിയ പത്തിരിയുടെ കഷ്ണം, ദിവസങ്ങളായി മുമ്പുള്ള ഒരു ഉണങ്ങിയ പത്തിരിയുടെ കഷ്ണം അവിടെ നിന്ന് കിട്ടി സയ്യിദുനാ ഉമറിന് റളിയല്ലാഹു. അടുക്കളയിൽ നിന്ന് അത് കൈ കിട്ടിയപ്പോഴത്തേന് ഉമർ ഇബ്നു ഖത്താബ് കരഞ്ഞു. റസൂലുള്ളാഹിയുടെ മുന്നിൽ പെട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു. എന്തിനു നബി? ഞാൻ കിസ്റയുടെ കൊട്ടാരത്തിൽ പോയവനാണ്, അവരുടെ കൊട്ടാരക്കെട്ടിൽ താമസിച്ചവനാണ്. അങ്ങനെ ജാഹിലിയ്യ കാലത്ത് ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ചില അവസരങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ പോയി ഞാൻ താമസിച്ചിട്ടുണ്ട്. അവിടെ അവരെ ഉപയോഗിച്ചും അടിച്ചും കളിച്ചും രമിച്ചും രസിച്ചും കുടിച്ചും ഭുജിച്ചും കഴിയുകയും ബാക്കി വലിച്ചെറിയുകയും ചെയ്യുന്നത്, വലിയ വലിയ സുപ്രകൾ വലിച്ചെറിയുന്നത് ഞാൻ കണ്ടവനാണ് നബിയെ. അവർ തിന്നും ഭുജിച്ചും സുഖിച്ചും രമിച്ചും കുടിച്ചും കഴിഞ്ഞു കൂടുന്നത് നേരിട്ട് കണ്ടവനാണ് നബിയെ. അന്ത റസൂലുള്ളാഹ്,
തബീതു ജാഇഅ വതുസ്ബിഹു ജാഇഅ. അങ്ങ് അല്ലാഹുവിന്റെ റസൂൽ രാത്രിയും പട്ടിണി പകലും പട്ടിണി. അങ്ങയുടെ കുടുംബത്തിനും ഇതൊക്കെ ഓർത്ത് ഞാൻ കരഞ്ഞു പോയതാണെന്ന് സയ്യിദുനാ ഉമർ. ഉറക്കപ്പറ സയ്യിദുനാ ഉമർ. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി ഉമറിന്റെ അടുത്തേക്ക് വന്നു. ഉമർ റസൂലുള്ളാഹിയുടെ അമ്മോശാക്കിയാണ് റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ ഖത്താബിന്റെ മകളാണ് ഹഫ്സ ബീവി. ഹഫ്സ ബീവിയുടെ വീട്ടിലാണ് ഈ സംഭവം. മനസ്സിലായില്ലേ? അമ്മോശാക്ക വന്നാ ഒന്ന് പരിശോധിക്കാലോ. അങ്ങനെ പരിശോധിച്ചതാ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഉമറേ അമാതർല, ഈ കിസ്റയെ പറ്റി പറഞ്ഞ നേരെ അവർ ഭക്ഷണം കുറച്ച് കഴിച്ച് വലിച്ചെറിയാൻ മാത്രം അവർക്കുണ്ട്. നമുക്കതൊന്നുമില്ല, അതിന്റെ ആവശ്യമില്ല. അമാതർല ബി അന്ന ലഹുമുദ് ദുനിയ വലനൽ ആഖിറ, അവർക്ക് ദുനിയാവും നമുക്ക് ആഖിറവുമാകാൻ നിനക്കിഷ്ടല്ലേ? അതാണ് കാര്യം എന്ന് പുണ്യ റസൂൽ. എന്തൊരു സന്തോഷമാണ് ആ വീട്ടിൽ. ഭക്ഷണമൊക്കെ കുറവാണ്, ഭയങ്കര സന്തോഷം. എന്തുകൊണ്ട്? ഭാര്യ ഭർത്താവിനെ മാനിക്കും, ഭർത്താവ് ഭാര്യയെ മാനിക്കും. പെണ്ണിനെ മാനിക്കാത്തവന് ഖുർആൻ ഉണ്ടാവില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഉറപ്പ്, പെണ്ണിനെ മാനിക്കാത്തവന് ഖുർആൻ ഉണ്ടാവില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരുത്തനുണ്ട് ഭാര്യയും മക്കളെയും തണ്ണീരിട്ട് വന്നത്ര. അല്ലാഹുവെ പഠിച്ചു, എന്തൊരു മനുഷ്യന്മാരാണ് പഠിച്ചവൻ. അല്ലാഹു അത്തരം ദുർബുദ്ധിയെ തൊട്ട് എല്ലാവരെയും കാക്കട്ടെ റബ്ബേ. എന്ത് മനുഷ്യൻ. കേട്ട ഒരു ഹദീസ്, ഇത് നീ മറന്നു പോകരുത്. ഞാനൊരു ഹദീസ് പറയാൻ പോവാ, ചെവി തുറന്ന് പിടിച്ചോ. ബുഖാരിയിലുമുണ്ട് മുസ്ലിമിലുണ്ട് ഈ ഹദീസ്. ചെവി തുറന്ന് പിടിച്ചോ. 114 സ്ഥലങ്ങളിൽ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട സിഫത്ത് റഹ്മാൻ റഹീമാണ്. അതിന്റെ ഒരു വ്യാഖ്യാനം കേൾക്കണില്ലേ? ചെവി തുറന്ന് പിടിച്ചോ. കേട്ടോ കേട്ടോ കേട്ടോ. ചെറിയൊരു ഹദീസ് ഞാൻ മനപ്പാടാക്കി തരാം. മനപ്പാടമാക്കിക്കോ ഒരു ഹദീസ്. പുണ്യ റസൂൽ പറഞ്ഞു, ലാ തുൻസഉ റഹ്മതു ഇല്ലാ മിൻ ശഖിയ്യ, ദോഷിയിൽ നിന്ന് മാത്രമേ കരുണ നീക്കം ചെയ്യപ്പെടുകയുള്ളൂ. ഇത്രയുള്ള ഹദീസ്. അള്ളാന്റെ റിക്കാർഡിൽ ഒരാൾ ദോഷി എന്ന് രേഖപ്പെടുത്തപ്പെട്ടാലേ അവന്റെ മനസ്സിൽ കരുണ ഇല്ലാതാവുകയുള്ളൂ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹ് നീ ഒന്നും പറയണ്ടില്ല. നീ നരകവും സ്വർഗമൊന്നും പറയണ്ട, ഒന്നും പറയണ്ട. പാവപ്പെട്ട കുഞ്ഞുങ്ങള് വെള്ളത്തിൽ മുങ്ങി മരിക്കണം നോക്കി നോക്കി ഉത്തര വരുത്തൻ. ഒരുപാട് കാലം അവൻ ഉപയോഗിച്ച ഒരു പെണ്ണിന്റെ ശരീരം ജീവിതം സമർപ്പിച്ച ഒരു പെണ്ണ് വെള്ളത്തിൽ മുങ്ങി മരിക്കണം നോക്കി ഉത്തര വരുത്തൻ. لا تنزع الرحمة إلا من شقي لا تنزع الرحمة إلا من شقي. അള്ളാന്റെ റിക്കാർഡിൽ ദോഷിയാകുമ്പോൾ മാത്രമേ ഭൂമിയിലെ മനുഷ്യന്റെ മനസ്സിൽ കരുണ ഇല്ലാതാവുകയുള്ളൂ. മനസ്സിൽ ഒരു മനുഷ്യന് കരുണയില്ലെങ്കിൽ ഉറപ്പിക്കാം അള്ളാന്റെ റിക്കാർഡിലെ ദോഷിയ നരക സ്വർഗം പറയണ്ട വർത്താനല്ല. കഴിഞ്ഞ് വിഷയം കഴിഞ്ഞു. നോക്കി നിന്നത്രേ പാവപ്പെട്ട ഒരു പെണ്ണും കുട്ടി ഒരായുസ് സമർപ്പിച്ച ഒരു പെണ്ണ് അവനുള്ള സുഖമൊക്കെ കൊടുത്തിട്ട് അവന്റെ ബീജം പേറി 10 മാസം കൊണ്ട് നടന്ന് കഷ്ടപ്പെട്ട് അവന് പ്രസവിച്ചു കൊടുത്ത ഒരു പെണ്ണ് മരിക്കണം നോക്കി നിന്നു. കൊല്ലാൻ വേണ്ടി 1 മാസം മുമ്പ് അവൻ നേരെ അവളെ ഇൻഷൂർ ചെയ്തു. എടാ പഠിച്ചു വെച്ചോ, അള്ളാന്റെ റിക്കാർഡിൽ ഒരു മനുഷ്യൻ ദോഷി എന്ന് എഴുതിയാൽ മാത്രമേ ഭൂമിയിൽ അവൻ നടക്കുന്ന കാലത്ത് അവന്റെ മനസ്സിൽ കരുണയില്ലാതാവുകയുള്ളൂ. കഴിഞ്ഞ് ഇനി വർത്താനം വരേണ്ട ആവശ്യമല്ല. കഴിഞ്ഞോടെ അല്ലാഹു നമ്മളെ കാക്കട്ടെ. മനസ്സ് തുറന്ന് പറയാം അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒരു കാരണം എന്താണെന്നറിയോ? മനുഷ്യന് ഇന്ന് ഉപദേശങ്ങൾ പോലും ശത്രുതയായി പോയത് കൊണ്ടാണ് മനുഷ്യ മനസ്സിൽ ഇത്ര കരുണ നീങ്ങാനുള്ള കാരണമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഒന്നും നിങ്ങൾ വിചാരിക്കരുത്. ഏത് സ്റ്റേജിലും ഇന്ന് ശത്രുതയാണ് ചർച്ച. മറ്റവനെ പറ്റി അവൻ പറയാം, അവനെ പറ്റി അങ്ങോട്ട് പറയാം. വെള്ളനെ പോയാൽ പോലും കുറച്ചൊരാളോട് അസൂയം കൊണ്ടേ തിരിച്ചു വിട്ടു. കുറച്ചാളുകളോടൊരു ശത്രുതയും കൊണ്ട് തിരിച്ചു. ഒരു വയറ് പോയാൽ എന്താ കിട്ടുക? കുറച്ചാളുകളോട് ശത്രുതയും കൊണ്ട് പോരാ. നമ്മളെ കാക്കട്ടെ.
അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ ഇക്കൊല്ലം എൻ്റെ പള്ളിയിൽ നിന്ന് ഉമ്മത്ത് മുഹമ്മദിന് പെട്ടവർക്കൊക്കെ സ്വർഗം കൊടുക്കണേ പഠിച്ചോനെന്ന് മമ്പാട്ടിൻ്റെ ജമാഅത്ത് പള്ളിയിൽ വെച്ച് ദ്വാരന്ന് ഈ കൊല്ലം റമദാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദ്വാരന്ന് കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് നമ്മളൊരു പ്രധാനപ്പെട്ട ആൾക്കൊരു മിണ്ടാട്ടല്ല, അയാൾ ദേഷ്യം മൂലം അങ്ങനെ ഒഴിഞ്ഞിട്ടിപ്പോൾ പറഞ്ഞ് നമ്മളെ പാർട്ടിക്കാരെല്ലാവർക്കും നിങ്ങൾ ദ്വാരന്നല്ലോ എന്നാണ്. ഞാൻ പറഞ്ഞു എൻ്റെ മനുഷ്യ നിങ്ങൾ കൊടുക്കണം എന്നല്ലല്ലോ ഞാൻ പറഞ്ഞു, നല്ല കൊടുക്കണം എന്നല്ലേ. അള്ളാഹ് ഉമ്മത്ത് മുഹമ്മദിനൊക്കെ കൊടുത്തോട്ടെ, നിങ്ങൾക്ക് എന്താ നഷ്ടം? അപ്പൊ നിങ്ങൾ ചിന്തിക്കേ, നമ്മളിപ്പോ ഇവിടെ വരച്ച് എന്ത് നമ്മളൊരു 10 ആളുകളല്ലാതെ ഒരാളും സ്വർഗത്തേക്ക് വരാൻ പാടില്ല. ഇതെന്താണ്? ഇതിനെതിരെ സമരം ചെയ്യൽ മാനവ സമൂഹത്തിന്റെ കടമയാണ്. അതിനെതിരെ സമരം ചെയ്തേ മതിയാവും. ഒരു കാര്യമാണ്, ഇതൊക്കെ നടന്നതിന് കാരണം എന്താണ്? എന്ത് ശത്രുതയാണ് സത്യത്തിൽ. ഒരു ഉപദേശത്തിന്റെ വേദിയിൽ പോലും ശത്രുതയാണ് മനസ്സിലുണ്ടാവുന്നത്. അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ, എല്ലാവർക്കും മനസ്സ് തുറക്കുക. അള്ളാഹു എല്ലാവർക്കും നിനക്കെന്താ എനിക്കെന്താ എല്ലാവരും അള്ളാഹ് പുറത്താൽ എന്താണ് എന്താ നിങ്ങൾ കരുണ ചെയ്യാതെ നിങ്ങൾ ഒരിക്കലും കരുണയുള്ളവരല്ലാകാനല്ലാതെ. കേട്ടോ 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 അല്ലാഹ് എൻ്റെ തലേന്ന് ഒരു ഹദീസ് ചാടി വന്നതാണ്. ഞാൻ കൊല്ലങ്ങൾക്ക് മുമ്പ് പഠിച്ച് മറന്നു പോയതാ. പുണ്യ റസൂൽ അല്ലാഹുവേ, ഒരു ഹദീസിന്റെ തലേന്ന് ചാടി വന്നതാണ്. ഈ ഹദീസ് അദബിൽ ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. കേട്ടോളൂ ഹദീസ്. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കരുണയുള്ളവരാകാതെ നിങ്ങൾ ഒരിക്കലും സ്വർഗ്ഗത്ത് കടക്കൂല എന്ന് പുണ്യ റസൂൽ. അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, കുല്ലുനാ റഹീം, കുല്ലുനാ റഹീം, ഞങ്ങളെല്ലാം കരുണയുള്ളവരാണല്ലോ. അപ്പോൾ റസൂൽ പറഞ്ഞില്ല, ليس برحمة بين برحمة بعضكم بعضا, നിങ്ങൾ തമ്മിലുള്ള കരുണയെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ولكن رحمة العامة, رحمة العامة, رحمة العامة. قال رسول الله, എല്ലാരോടും നിങ്ങൾ തമ്മിൽ കരുണ ഉണ്ടാവണോ തന്നെ ഞാൻ പറയാം. എല്ലാവർക്കും അള്ളാഹുവിന്റെ സ്വർഗം കിട്ടാൻ ആഗ്രഹിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് ബറാക്ക് ഒബാമക്കോ അള്ളാഹു തല സ്വർഗം കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആമീൻ പറയാൻ പഠിക്കണ്ട. എന്തുകൊണ്ട്? സ്വർഗം കൊടുക്കാൻ പറഞ്ഞാൽ ഇക്വലത്ത് കൊടുക്കാനല്ല, സ്വർഗം കിട്ടാവുന്ന രൂപത്തിലേക്ക് അവൻ നന്നായി തീർക്കണം. ആര്? അപ്പൊ അവനെ കൊണ്ടുള്ള ശല്യമല്ലേ, അതായത് നല്ലതല്ലേ അതുവാണ്. വലാകിൻ റഹ്മത്തുൽ അമ്മ, ലോകത്തു എല്ലാവരോടുമുള്ള കരുണയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് മുത്തുനബി. അപ്പൊ നമ്മളിവിടെ ചിന്തിക്കണം ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്താണ് പരിവർത്തനം? നമ്മളുടെ അടിസ്ഥാനപരമായ പരിവർത്തനം കുടുംബത്തിൽ, വ്യക്തിയിൽ അവർക്ക് സമൂലമായ പരിവർത്തനം ഉണ്ടായി, സ്വഭാവത്തിൽ മാറ്റമുണ്ടായി. എന്താ ദീനെന്നാൽ സൽസ്വഭാവം, ദീനെന്താ നിസ്കാരമോ നോമ്പോ, എന്താ ദീന്? പുണ്യ റസൂൽ. 4000 കൊല്ലം മുമ്പ് ഖുർആൻ ഇറങ്ങുന്നതിന്റെയും 2500 കൊല്ലം മുമ്പ് ഖുർആന് വേണ്ടി ദുആ ചെയ്തു. കഅബാലയം പുതുക്കി പണിയുന്ന നേരത്ത് സയ്യിദുനാ ഇബ്രാഹിം അന്ന് ഖുർആനെ പറ്റി പറഞ്ഞ 2 കാര്യം. മനുഷ്യ മനസ്സിൽ അല്ലാഹ് നിന്നെ പറ്റി ഭയവും സംസ്കൃതമായ മനസ്സുമുള്ള ഒരു ജനതക്കായ തോന്നുന്ന ഒരു മനുഷ്യൻ എന്റെ പേര് മകനായി ഈ മണ്ണിൽ ജനിക്കണമേ. ഇതാണല്ലോ നമ്മുടെ വിഷയത്തിന്റെ മർമ്മം. അവർ 2 കാര്യം പറഞ്ഞു. അല്ലാഹുവേ, നിന്നെ പറ്റി ഭയമുള്ളവർ, ഖുർആന്റെ ഒരു ലാഭത. 2 സ്വഭാവത്തിൽ സംസ്കരണം വന്നവർ, അതാണ് ഖുർആന്റെ ലാഭം. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ചുറ്റുപാട് ആളുകളുമുണ്ട്. ആ സദസ്സിലേക്ക് ഒരാൾ കയറി വന്നു. മദ്ദീനു യാ റസൂലല്ലാഹ്, നബിയെ, ഇസ്ലാം ദീൻ എന്നാൽ അതിനൊരു വ്യാഖ്യാനം പറഞ്ഞു തരുമോ? ഇങ്ങോട്ട് നോക്ക്. ഈ ഹദീസ് അബൂ ദാവൂദിലുണ്ട്. ഇങ്ങോട്ട് നോക്ക്. പുണ്യ റസൂൽ നിൽക്കുന്നു, സ്വഹാബികൾ കൂടെയുണ്ട്. അപ്പോൾ ഒരാളിങ്ങനെ കയറി വന്ന് മുന്നിലൂടെ ഇങ്ങനെ കയറി വന്നു പുണ്യ റസൂലിന്റെ. എന്നിട്ട് ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ്, നബിയെ, ദീൻ എന്താണെന്നൊരു വ്യാഖ്യാനം പറഞ്ഞു തരുമോ? ഫഖാല നബിയുൽ മുസ്തഫ,
അപ്പോൾ റസൂലുള്ള പറഞ്ഞു അദ്ദീനു ഹുസ്നുൽ ഖുലുഖി, ദീൻ എന്നാൽ സൽ സ്വഭാവമാണ്. ഇസ്ലാം എന്നാൽ എന്താ? ഉടനെ മറുപടി, ഇസ്ലാം എന്നാൽ നോമ്പ് നോറ്റ് വെറുതെ നടക്കണ്ട. ഇസ്ലാം എന്നാൽ എന്താ? ഇസ്ലാം എന്നാൽ സൽ സ്വഭാവം. അയാൾ അവിടുന്ന് അങ്ങോട്ട് പോയി. റസൂലുള്ളാഹിന്റെ പല ഭാഗത്തും കൂടെ കയറി. ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുക. അതിന്റെ ഇടയിൽ കൂടെ തലയിട്ടിട്ട് ഒരാൾ ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ്, നബിയെ ദീൻ എന്നാൽ എന്താ? ഫഖാല, അപ്പോൾ റസൂലുള്ള പറഞ്ഞു അദ്ദീനു ഹുസ്നുൽ ഖുൽഖി, ദീൻ എന്നാൽ സൽ സ്വഭാവം. അപ്പോൾ അയാൾ അവിടുന്ന് അങ്ങോട്ട് പോയി. പിന്നെ റസൂലുള്ളാഹിന്റെ പല ഭാഗത്ത് കൂടെ അങ്ങനെ കയറി വന്നു. പിന്നെ അയാൾ തലയിട്ടിട്ട് ഇങ്ങനെ ചോദിച്ചു, നബിയെ മദ്ദീനു യാ റസൂലല്ലാഹ്, നബിയെ ദീൻ എന്നാൽ എന്താ? ഫഖാല, അപ്പോഴും റസൂലുള്ള പറഞ്ഞു അദ്ദീനു ഹുസ്നുൽ ഖുലുഖി, ദീൻ എന്നാൽ സൽ സ്വഭാവമാണ്. ഫമശാ മിൻ ഖൽഫിൽ മുസ്തഫാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാമ്പുറത്തൂടെ നടന്ന മനുഷ്യൻ അങ്ങനെ നടന്നു വന്ന് ഇടഭാഗത്തൂടെ കയറി വന്നു. എന്നിട്ടും ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ്, നബിയെ ഒന്നുകൂടെ പറയൂ, ദീൻ എന്നാൽ എന്താ? ഒരുപാട് ഉദ്ദേശം ഉണ്ടാകാം, നിൽക്കുന്നവരൊക്കെ കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാവാം. അയാൾ ഇങ്ങനെ ചോദിച്ചു പുണ്യ റസൂലിനോട്. മൂന്നാമത് വന്നു, ഇങ്ങനെ വന്ന് പോയി, ഇങ്ങനെ വന്ന് പോയി, പിന്നെ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ കയറി. അപ്പോഴും ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ്, നബി ദീൻ എന്നാൽ എന്താ? നിസ്കാരം, നോമ്പ്, എന്താ ദീൻ? ഫഖാല അദ്ദീനു ഹുസ്നുൽ ഖുൽഖി, ദീൻ എന്നാൽ പറ സൽ സ്വഭാവം. കഴിഞ്ഞ് യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കിഹിം. കഴിഞ്ഞ് അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സിന്റെ സംസ്കരണമാണ്. അപ്പൊ സ്വഭാവം നന്നാവും, അല്ലാതെ നന്നാകാം. അല്ലാതെ ഖുർആൻ തടിയിലേക്ക് കയറൂല. ഖുർആൻ കയറുക എന്ന് പറഞ്ഞാൽ കുറേ നിസ്കരിക്കാനല്ല, അതൊന്നല്ല. ചില ആളുകളുണ്ട് സഖറത്തിൻ അലാ വജ്ഹിൽ മാഇ, റസൂൽ പറഞ്ഞു ചില ആളുകളുണ്ട് അവർ ജലമുഖത്ത് വെച്ച പാറക്കല്ല് പോലെയാണെന്ന് പുണ്യ റസൂൽ. വെള്ളം അതിൽ തട്ടും, പക്ഷെ വെള്ളം ഉള്ളിക്കൂല. നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഇന്ന് നിർത്തിയിട്ട് നാളെ പറയാം. മനസ്സിലായില്ല? നിസ്കാരം തട്ടുന്നുണ്ടാവും, പക്ഷെ ഉള്ളു കയറില്ല. ചില മനുഷ്യന്മാരുണ്ട് സഖറത്തിൻ അലാ വജ്ഹിൽ മാഇ, ജലമുഖത്ത് വെച്ച പാറക്കല്ല് പോലെയാണ്, ഇങ്ങനെ നിൽക്കും, വെള്ളം അതിൽ തട്ടും, ഉള്ളു കയറില്ല. ലാ തശ്റബു, ലാ തശ്റബുവിന്റെ അർത്ഥം നിങ്ങൾക്ക് ഉംറ വിസക്ക് പോയവർക്ക് അറിയാം. ലാ തശ്റബു, വെള്ളം കുടിക്കൂല. വതംനഉഹു, ബാക്കിലുള്ളവർക്ക് കൊടുക്കൂല. ഒരു കനാലിന്റെ മുഖത്ത് എന്ത് വെച്ച്? പാറ. എന്ത് വെച്ച്? പാറക്കൽ വെച്ച്. അവരൊരു സ്ഥലത്തുണ്ടെങ്കിൽ അതിന്റെ ബാക്കിലുള്ള ഒരാൾക്കും ഒരു നന്മ ഉണ്ടാവില്ല. കാരണം എല്ലാ നന്മയും തടഞ്ഞുകൊണ്ട് ജലമുഖത്ത് അവരുണ്ടാവും. ഇതാണ് ചില മനുഷ്യന്മാർ. ചില മനുഷ്യർ ജലമുഖത്ത് വെച്ച പാറക്കല്ല് പോലെയായിരിക്കുമെന്ന് പുണ്യ റസൂൽ. വെള്ളത്തിൽ തൊട്ടുന്നുണ്ടാവും, വെള്ളം അങ്ങനെ വന്ന് അടിക്കുന്നുണ്ടാവും, വെള്ളം അടിച്ച അടയാളം പുറത്തൊക്കെ ഉണ്ടാവും. ആ അടയാളാണ് എന്ത്? എന്താണ് നോക്കി നിങ്ങള്? ഇവിടെ ഇങ്ങനെ അടിക്കും, തെര വന്നിട്ട് ഇങ്ങനെ അടിക്കും, ഉള്ളുകള് വർത്താനം പറഞ്ഞാൽ കുഴക്കും. മൂപ്പര അവിടെ ഉണ്ടെങ്കിൽ 8 മനുഷ്യ ദൂരം മനുഷ്യന്മാർക്ക് നിൽക്കാൻ പറ്റില്ല. ആദ്യം സ്വഭാവമായിരിക്കും. നമ്മളെ കാക്കട്ടെ. അതാണ് കുഴപ്പം. അതാണ് പാറക്കൽ. എന്തൊരു ഉപമയാണ് ആ പറഞ്ഞതൊക്കെ. കൊല്ലങ്ങളോളം, നൂറ്റാണ്ട്, സഹസ്രാബ്ദങ്ങളോളം അടിച്ചടിച്ച് ഈ പാറന്റെ പുറത്ത് നല്ല അടയാളുണ്ട്. പക്ഷെ ഒരു നെയിൽ കട്ടോണ്ടൊന്നും ചുരണ്ടി നോക്കിയാൽ മതി, ഒന്നും. ഇതാണ് ചില മനുഷ്യന്മാർ എന്ന് പുണ്യ റസൂൽ. അല്ലാഹ് അത് ആരുമല്ല, ആരണ്യ നമ്മളെന്നെ. നമ്മളെ പറ്റി തഴമ്പുണ്ട്, നല്ല തഴമ്പുണ്ട്, നല്ല ഉഷാറ്, നല്ല തഴമ്പ്, ഒക്കെ ശരിയാണ്. കൊടുത്ത് തഴമ്പ് പിടിച്ച കൈ, വയറിൽ പറഞ്ഞിട്ട് തഴമ്പ് പിടിച്ച നാവ്, നിസ്കരിച്ചിട്ട് തഴമ്പ് പിടിച്ച നെറ്റി, ഒക്കെ നമുക്കുണ്ട്. പക്ഷേ വർത്താനം പറയാൻ പറ്റില്ല. 1-2 വർത്താനം പറഞ്ഞാൽ പിന്നെ തോന്നിയ സംഭവം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അത് പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കുത്തിരിപ്പുണ്ടാക്കാതെ നമുക്ക് കടന്നു പോകാൻ കഴിയൂല. അങ്ങനെയാണ്. ഒരു കള്ളൻ മകളെ വീട്ടിൽ വിരുന്നുപോയ ഒരു കഥയുണ്ട്. മകളെ വീട്ടിൽ കള്ളൻ വിരുന്നു പോയത്. നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് ബാപ്പാക്ക് നല്ല പായൊക്കെ ഒരുക്കി കൊടുത്ത് ബാപ്പാക്കുണ്ടോ ഉറങ്ങാൻ കഴിയണം. വിരുന്നു കൊണ്ടും കിടന്നു, ഉറക്കം വന്നില്ല.
പിന്നെ നേരം ഒരു പിടുത്തം അവർക്ക് ഉറങ്ങാൻ കഴിയണില്ല. വിരുന്നതാണ് ഭാര്യയുടെ മോളെ വരെ പോരേക്ക്, പക്ഷെ ഉറങ്ങാൻ കഴിയില്ല. അവസാനം പിന്നെ മൂപ്പരെ ഇറങ്ങി നിലാവ ഉച്ചത്ത് കൂടെ പോയി അടുത്ത വീട്ടിലെ ഒന്നും കിട്ടിയില്ല. അപ്പൊ അടുത്ത വീട്ടിലെ പിന്നെ കിണറിന്റെ ബക്കറ്റ് അയച്ചിട്ട് മൂപ്പര് കൊണ്ടുവന്നിട്ട് മൂപ്പരെ തലക്കം പറത്ത് വെച്ച് ഉരുക്കം വെച്ചാൽ ഉറങ്ങി, ഉഷാറായിട്ട് ഉറങ്ങി. രാവിലെ ബഹളം കേട്ടിട്ടാണ് ഉണരുന്നത്. അപ്പൊ പറഞ്ഞു എന്താണ് കൊടുത്താളെ കുട്ടികളെ ഉപ്പാക്ക് ഉറക്കം വന്നില്ല, അങ്ങനെ കാട്ടിയതാണ്. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? ഉപ്പാക്ക് എന്തെങ്കിലും ഒന്ന് കക്കാതെ ഉറങ്ങാൻ കഴിയില്ല. അത് എത്ര ബിരിയാണി എന്നാലും ഉപ്പാക്കത്തോണ്ടൊരു കാര്യമല്ല. എന്നാലും കക്ക രാവിലെ കൊടുക്കാം, എന്നാലും ഉപ്പാക്കത് ജീജായി പോയി, കക്കാതെ ഉറങ്ങാൻ കഴിയും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചിന്തിക്ക്. എവിടെയും ഉറങ്ങിക്കിടക്കുകയാണ്. അത് ഉണർത്തുന്നവർക്ക് അല്ലാഹുവിന്റെ ലഅനത്ത് ഉണ്ടാകുമെന്ന് പുണ്യ റസൂൽ. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതല്ല, നമ്മളെ പോരാ, നമ്മുടെ അയൽപക്കം തന്നെ. ഖുർആനിന്റെ പരിവർത്തനം എന്താ? ഖുർആനിന്റെ പരിവർത്തനമുള്ള ജനതയെ പുണ്യ റസൂൽ പഠിപ്പിച്ചു. അത് ഉപ്പാനെ ബഹുമാനിക്കും. സ്വർഗത്തിന് 8 വാതിലുണ്ട്. നടുവിലെ വാതിൽ ബാപ്പയുടെ പേരിലുള്ള വാതിലാണ്. പിന്നെ എങ്ങനെ ബാപ്പാനെ ബഹുമാനിക്കാതിരിക്കുക? ബാപ്പാനെ ബഹുമാനിച്ചവർ മാത്രമേ സ്വർഗത്തിന്റെ വാതിലിൽ കയറൂന്ന് പുണ്യ റസൂൽ ഹദീസ് കേട്ടോ. അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലിൽ ഏറ്റവും നടുവിലെ വാതിൽ ബാപ്പായുടെ പേരിലുള്ള വാതിലാണെന്ന് പുണ്യ റസൂൽ. അൽ ജന്നതു തഹത അഖ്ദാമിൽ ഉമ്മഹാത്, കാൽച്ചുവട്ടിലാ സ്വർഗം. ലുഖ്മാൻ ഹക്കീമിനെ പറ്റി പഠിപ്പിച്ചു മഹാനായ സയ്യിദ്ന ലുഖ്മാൻ റളിയല്ലാഹു അൻഹു. ലൈസ ബിനബിയ്യിൻ, നബിയല്ല, പക്ഷേ വലിയ മഹാനായ തത്വ ചിന്തകനായിരുന്നു സയ്യിദ്ന ലുഖ്മാൻ റളിയല്ലാഹു അൻഹു. ലുഖ്മാൻ റളിയല്ലാഹു വലിയ മഹാന. ഖുർആനിൽ ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ഒരു അധ്യായമുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ്ന ലുഖ്മാൻ നബിയല്ല, നബിമാരുടെ മൊത്തം പേരിലും ഖുർആനിൽ അധ്യായവും ഇല്ലല്ലോ. എന്നാലും നബി അല്ലാത്ത ആളുകളുടെ പേരിലും അധ്യായമുണ്ട്. അതിൽപ്പെട്ടതാണ് മഹാനായ സയ്യിദ്ന ലുഖ്മാൻ. ഉമ്മുന മറിയം, പറ ഉമ്മുന മറിയം റളിയല്ലാഹു അൻഹ നബിയല്ല. ലുഖ്മാൻ നബിയല്ല, മൊത്തം നബിമാരുടെ പേരിലും അധ്യായവും ഇല്ല. അവരെ പറഞ്ഞിട്ടുമില്ല മൊത്തം നബിമാരെ. 25 നബിമാരെ മാത്രമാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. മഹാനായ സയ്യിദ്ന ലുഖ്മാൻ പറ റളിയല്ലാഹു അൻഹു. ഈ സ്ഥാനം, വലിയ സ്ഥാനം ഖുർആൻ ആ മഹാന് കൊടുത്തു. എന്റെ ബിഖിദ്മതിഹി ലിഉമ്മിഹി, ഉമ്മാക്ക് കൊടുത്ത ഖിദ്മത്താണ് കാരണം. ഭയങ്കര സേവനം ചെയ്തു. ആർക്ക്? ഉമ്മാക്ക്. ഭയങ്കര. ഉമ്മ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ചോദിക്കാതെ, ഉമ്മാക്ക് വേണ്ടതിന് വേണ്ടിയല്ലാതെ ഒരു രാവിലെയും ലുഖ്മാൻ പുറത്തിറങ്ങാറില്ല. രാവിലെ ഇറങ്ങുമ്പോ പറയാം, ഉമ്മ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് ഇറങ്ങുന്നത്. ഇന്ന് ഞാൻ എന്താണ് ഉമ്മാക്ക് കൊണ്ടുവരേണ്ടത്? ഉമ്മാക്ക് എന്തോ ഒരു സാധനം കൊണ്ടുവരാൻ വേണ്ടിയാ പുറത്തു പോവുക. എന്തിനു പോയാലും ഉമ്മാക്ക് വേണ്ടിയേ പോകുള്ളൂ സയ്യിദ്ന ലുഖ്മാൻ. ഒരിക്കൽ ഒരു ദിവസം ഇറങ്ങുമ്പോ ചോദിച്ചു, ഉമ്മ മിന്നി, ഇന്ന് എന്താണ് ഉമ്മ അങ്ങക്ക് വേണ്ടത്? അപ്പോൾ പറഞ്ഞു, മോനെ ഇന്ന് വേണ്ടത് നീ നിന്റെ തൊഴിൽ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു പിടി മണ്ണ് കൊണ്ടുവാ. മോനെ, ഇന്ന് നീ തൊഴിലും കഴിഞ്ഞ് വരുമ്പോ ഒരു പിടി മണ്ണ് സ്വർഗത്തിന് കൊണ്ടുവാ, അതാണ് ഇന്ന് എനിക്ക് വേണ്ടത് എന്ന് ഉമ്മു ലുഖ്മാനോട് പറഞ്ഞു റളിയല്ലാഹു അൻഹു. അപ്പോൾ ലുഖ്മാൻ വളരെ വിനയം കാണിച്ച് പറഞ്ഞു, ഉമ്മ കൈഫ അത്ലുബുഹാ ഖാരിജൽ ബൈതി, ഞാൻ സ്വർഗത്തിലെ മണ്ണല്ലേ, അത് ഈ വീട്ടിന്റെ പുറത്തുനിന്ന് എവിടുന്ന് കിട്ടാനാണ്? അതിനുവേണ്ടി എങ്ങനെ പുറത്തു പോകാൻ കഴിയും? എന്നിട്ട് എന്തേതോ ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്ത് ഉമ്മയിലേക്ക് കൈനീട്ടി സയ്യിദ്ന ലുഖ്മാൻ. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ സ്വർഗത്തിലെ മണ്ണ് ഞാൻ കൊണ്ടുവരാം, പക്ഷേ ഈ വീട്ടിന്റെ പുറത്ത് എവിടുന്ന് എനിക്ക് കിട്ടാനാ? എനിക്ക് സ്വർഗത്തിലെ മണ്ണ് ഈ പോലെ തന്നെ കിട്ടും. വേഗം ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിൽ നിന്ന് എന്ത് ചെയ്തു? ഒരു പിടി മണ്ണെടുത്ത്, ഇതാണ് ഉമ്മ സ്വർഗത്തിലെ മണ്ണ് എന്ന് ഉമ്മാക്ക് പറഞ്ഞു കൊടുത്തു സയ്യിദ്ന ലുഖ്മാൻ. സയ്യിദ്ന ലുഖ്മാൻ
ഇത് പഠിച്ചൊരാ സ്വഹാബുൽ മുസ്തഫ. പിന്നെ അങ്ങനെ ഒരു ഉമ്മാനോമാനേക്കാതിരിക്കുക. ഉമ്മാനെ ചുമന്നുകൊണ്ട് ഒരു സ്വഹാബി തവാഫ് ചെയ്യുന്നത് പുണ്യ റസൂൽ കണ്ടു. ഉറക്കെ പറ, പുണ്യ റസൂൽ യമനെന്നോ. അപ്പോൾ പറഞ്ഞു ആ സ്വഹാബി, ചിന്തിക്ക് ഖുർആന്റെ ജനതക്ക് വന്ന പരിവർത്തനം, ഖുർആൻ കുടുംബത്തിലുണ്ടാക്കിയ പരിവർത്തനം. ഒരു സ്വഹാബി ഇങ്ങനെ കഅബ തവാഫ് ചെയ്യുന്നുണ്ട്. പുണ്യ റസൂൽ ഇതാ ഹജ്ജ് ചെയ്യുന്ന വേളയാ, ഒരു സ്വഹാബി ഇങ്ങനെ തവാഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്വഹാബി നബിയോട് പറഞ്ഞു, നബിയേ, ഞാൻ എൻ്റെ ഉമ്മയെ ചുമന്നുകൊണ്ട് യമനിൽ നിന്ന് വന്നതാണ്. അന ബഈറു ഉമ്മി, ഞാൻ എൻ്റെ ഉമ്മായുടെ ഒട്ടകമാണ്. ഞാൻ യമനിൽ നിന്ന് ഏറ്റിക്കൊണ്ടുവരിക എൻ്റെ ഉമ്മയെ, യമനിൽ നിന്നാ കൊണ്ടുവരുന്നത്. എന്നിട്ട് ഞാൻ ഇതാ ഏറ്റിക്കൊണ്ട് തന്നെ തവാഫ് ചെയ്തു. ഹൽ അദ്ദൈതു ഹഖഹാ, എൻ്റെ ഉമ്മയുടെ കടമ ഞാൻ വീട്ടിയിട്ടില്ലേ? ഇല്ല. വലൗ ബിഹഖിൻ വാഹിദിൻ, ഒരു കടമ പോലും ഇപ്പോഴും വീടിയിട്ടില്ല എന്ന് പുണ്യ റസൂൽ മനുഷ്യനോട് പറഞ്ഞു. എവിടുന്ന കൊണ്ടുവരുന്നത്? യമനിൽ നിന്ന് കൊണ്ടുവരാ. അനേകാനേകം കിലോമീറ്ററുകൾ ദൂരെ നിന്ന് കൊണ്ടുവരികയാണ് ഈ മനുഷ്യൻ. പറയും ചെയ്തു, അന ബഈറുഹ, ഞാൻ എൻ്റെ ഉമ്മയുടെ ഒട്ടകമാ. ഞാൻ എൻ്റെ ഉമ്മയെ യമനിൽ നിന്ന് ഏറ്റിക്കൊണ്ടുവന്നതാണ്. ഞാൻ എൻ്റെ ഉമ്മയുടെ ഒട്ടകമാ. അതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഞാൻ കടമ വീട്ടിയിട്ടില്ലേ നബിയെ? ഒരു കടമ പോലും ഇപ്പോഴും വീടിയിട്ടില്ലെന്ന് പുണ്യ റസൂൽ. പിന്നെ എങ്ങനെ അവര് മനോമനിക്കാതിരിക്കുക? അവർക്ക് മാറ്റം ഉണ്ടായില്ലേ? അവർക്ക് മാറ്റമുണ്ടായി. കുടുംബത്തിൽ അവർക്ക് വ്യത്യാസമുണ്ടായി. ഉമ്മയോടും ഉപ്പയോടും പെങ്ങളോടും അയൽക്കാരനോടും. എത്ര അമലുണ്ടെങ്കിലും അയൽവാസിയുടെ കാര്യത്തിൽ പലരും നരകത്തിലേക്ക് ബന്ധിതരാകുമെന്ന് പുണ്യ നബി. എത്ര അമലുണ്ടായിട്ടും കാര്യമില്ല. ചിലപ്പോൾ അയൽക്കാരുടെ കാര്യത്തിലും ചിലപ്പോൾ നരകത്തിലേക്കുള്ള സംഘത്തിൽ ബന്ധിതനാകുമെന്ന് പുണ്യ റസൂൽ. അതെങ്ങനെയാ നബി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഈ അയൽക്കാരനോട് ഒരു നന്മയിലും സഹകരിച്ചില്ല. ഇയാൾക്ക് സ്വർഗം വിധിക്കുമ്പോൾ അയൽക്കാരൻ ഓടി വരും, അല്ലാഹുവേ തഫ്തഹു ലഹു ബാബ റഹ്മതിക, നിന്റെ റഹ്മത്തിന്റെ വാതിൽ ഇയാൾക്ക് നീ തുറന്നു കൊടുക്കുകയാണ്. അയാൾ എന്റെ നേർക്ക് വാതിൽ അടച്ചവനാ. മനസ്സിലായത് പറഞ്ഞു, അയാൾ എന്റെ നേർക്ക് വാതിൽ അടച്ചവനാ. നീ അയാൾക്ക് റഹ്മത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുകയോ? تفتح له باب رحمتك وهو أغلق بابه دوني. ഞാൻ വരാതിരിക്കാൻ വാതിലടച്ചവനാ. എന്റെ പ്രയാസമുള്ള സമയത്ത് എന്റെ നേർക്കുള്ള എന്റെ വീട്ടിന്റെ നേർക്കുള്ള ജനവാതിൽ തുറക്കാത്തവനാ. അവന് വേണ്ടി നിന്റെ റഹ്മത്തിന്റെ വാതിൽ തുറക്കുകയോ? അത്തരം ആളുകളുടെ അമല് അല്ലാഹു ഹബാ തൂളിയായി വലിച്ചെറിയും. അങ്ങനെ മാറ്റില്ലാതിരിക്കുക. ഖുർആൻ അവരെ പരിവർത്തിപ്പിച്ചു. ഖുർആൻ അവരിൽ മാറ്റമുണ്ടായി. അവർ വയസ്സ് മൂടിയപ്പോൾ അമുസ്ലിമീങ്ങളെ പോലും ബഹുമാനിച്ചു. ചിന്തിക്കുന്നു, ഒരു വയസ്സനായ ഒരാളുണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ, കറുത്ത എന്ന് പേരുള്ള അയാളെ കറുത്തേന്ന് വിളിച്ചതിൻ്റെ പേരിൽ ബാപ്പന്നെ അടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. കറുത്തേന്ന് വിളിക്കും, വലിയപ്പൻ്റെ വയസ്സിലാണ് കറുത്തേന്ന് വിളിച്ചു. കറുത്ത പേരുള്ള ഒരാളുണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ. ഈ കറുത്ത ഒരു പാവപ്പെട്ട കൂലിത്തൊഴിലാളി എന്ന് പറഞ്ഞാൽ പറ്റേ ഒരു അധസ്ഥിത വർഗത്തിൽപ്പെട്ട കൂലിത്തൊഴിലാളി കറുത്തേന്ന് വിളിച്ചതിൻ്റെ പേരിൽ ബാപ്പന്നെ കാലിൻ്റെ അടിയിൽ അടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അല്ലാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. നിങ്ങൾ ചിന്തിക്കുക. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പൂർണ്ണമായ മാറ്റം ഉണ്ടായി. അവരൊരാളെയും ആക്രമിച്ചില്ല. ചിന്തിക്കുക, അവർക്ക് സമൂലമായ പരിവർത്തനമുണ്ടായി അവരുടെ ജീവിതത്തിൽ. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ബാങ്ക് കൊടുക്കുന്നുണ്ട്, അവസാനിപ്പിക്കുകയാണ്. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم وبأصحابه البدرين وبسائر المذكورين
أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام